നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സഭയുടെ ചുമതല വഹിക്കുന്ന ബഹുമാന്യ കർത്തദാസന് പി.ടി. ദാനിയേൽ അവർകൾ, ഇന്ന് രാത്രിയിലെ യോഗാധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ, സമീപവാസികൾ, സ്ഥലവാസികൾ, ഇന്ന് രാത്രി ശബ്ദപരിധികൾ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും വേഗം വരുന്ന ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ സന്ധിയിൽ വന്ദനം ചൊല്ലുന്നു. ഗായക സംഘം, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവര് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ രാത്രി യോഗത്തെ പറ്റി കർത്താവിൻ്റെ ദാസൻ ഏറെ നാളുകൾക്ക് മുമ്പ് വിളിച്ചു ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം കൃപ ചെയ്തു. ഇന്ന് രാത്രി ഈ സ്ഥലത്ത് വീണ്ടും എത്തി കർത്താവിനെ സാക്ഷിപ്പാൻ ലഭിച്ച വിലപ്പെട്ട അവസരങ്ങൾക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് രാത്രി ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ കാലാവസ്ഥയുടെ അല്പം ബുദ്ധിമുട്ട് നമുക്കെല്ലാം ഉണ്ട്. എങ്കിലും മിക്ക ഇടങ്ങളിലും യോഗം ഒന്നും മുടങ്ങുന്നില്ല. എല്ലാം ഭംഗിയായിട്ട് ദൈവം നടത്തുന്നു. ഈ രാത്രി എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റ് മുഖവരകളൊന്നും പറഞ്ഞ് സമയം കളയുവാൻ തുനിയുന്നില്ല. ദൈവവചനത്തിൽ നിന്ന് ഇന്ന് രാത്രി നമുക്ക് അല്പസമയം ചിന്തിക്കാം. 91-ാമത്തെ സങ്കീർത്തനം 10-ാമത്തെ വാക്യമാണല്ലോ. ഒരിക്കൽ കൂടി ആ വാക്യം വായിച്ച് സഹായിക്കണം. ഇവിടെ മുൻപിൽ സീറ്റുണ്ട്. വിട്ടുതറ വായിച്ചാൽ മുന്നോട്ട് വരിക. ഇവിടെ സീറ്റുണ്ട്. മറ്റ് പ്രിയപ്പെട്ടവർക്ക് ഇവിടെ സീറ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. വായിച്ച തിരുവെടുത്ത് ഒരിക്കൽ കൂടി വായിക്കാം. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം കരേറ്റാം. 91-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ തിരുവെടുത്ത. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. ഇന്ന് രാത്രി ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ബാധ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന. ബാധ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? ഒന്നുകൂടെ ആ തിരുവെടുത്തൊന്ന് വായിച്ച് സഹായിച്ചാട്ടെ. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. എത്രയോ അതിക്രമം ചെയ്ത ദോഷി ഞാൻ, എനിക്ക് രക്ഷ ലഭിക്കുമെന്ന് നനച്ചതല്ല ഞാൻ. എത്രയോ അതിക്രമം ചെയ്ത ദോഷി ഞാൻ, എനിക്ക് രക്ഷ ലഭിക്കുമെന്ന് നനച്ചതല്ല ഞാൻ. കനിവു തോന്നാൻ തിരഞ്ഞുകൊള്ളുവാൻ, കനിവു തോന്നാൻ തിരഞ്ഞുകൊള്ളുവാൻ, അരുമസുതനയണച്ചുകൊള്ളുവാൻ കരളലിഞ്ഞിതോ അൻപിതോ യേശുനായക അന്നിതോ ഏഴകായി നീനെ അൻപിതോ യേശുനായക അന്നിതോ ഏഴകായി നീനെ. ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. സാധാരണ ഈ 2 ശീലൊക്കെ പാടുക പതിവെന്ന് തൊണ്ടയ്ക്ക് പ്രയാസമുണ്ട്. ഈ മിക്ക ഇടങ്ങളിലും ചെല്ലുമ്പോൾ മൈക്ക് നല്ലതല്ല. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഇവിടെ മൈക്ക് കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില ഇടങ്ങളിൽ പോയിടത്തൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഈ കൂടെ ശരിയാക്കാൻ പറഞ്ഞാൽ അതുങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ല. ഇന്നാളൊരാൾ പറഞ്ഞു, എന്നാൽ ഇയാളങ്ങ് ചെയ്യാൻ പറഞ്ഞ് അങ്ങ് പോയി. അപ്പം പിന്നെ അങ്ങനെ ഗതികേട് വേണ്ടെന്നോർത്ത് പിന്നെ അങ്ങ് സഹിക്കുക. അപ്പം ഈ മിക്ക ഇടങ്ങളിലും ആണ്ടിലെ ഒരു പ്രാവശ്യമാണല്ലോ മിക്ക സഭക്കാരും കൺവെൻഷൻ നടത്തുന്നത്. അപ്പം 365 ദിവസത്തിലെ 3 ദിവസമേ ഉള്ളൂ. നമുക്ക് ദൈവകൃപ കൊണ്ട് മിക്ക ദിവസങ്ങളിൽ ഇങ്ങനെ പ്രസംഗമുള്ളത് കൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് തൊണ്ടയ്ക്കുണ്ട്. അപ്പം മൈക്ക്
കുറച്ചുകൂടെ നല്ല രീതിയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകതയുണ്ട്. എങ്കിലും ഇന്ന് രാത്രി വലിയ തരക്കേടില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം. വായിച്ച തിരുവെടുത്ത് വളരെ പരിചിതമായ തിരുവെടുത്താണ്. 91 സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ തിരുവെടുത്ത. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയുമില്ല. കഴിഞ്ഞ രാത്രികളിൽ ശ്രേഷ്ഠരായ ദൈവദാസന്മാരിൽ കൂടി വിലപ്പെട്ട ദൂതുകൾ, ആലോചനകൾ, ആത്മീക പ്രബോധനങ്ങളൊക്കെ ദൈവം തന്നു. അത് കേട്ട് നിങ്ങളെല്ലാവരും ചൈതന്യപ്പെട്ടിരിക്കുക. ഇരിപ്പ് കാണുമ്പോൾ അറിയാം. ഇന്ന് രാത്രി എളിയവരിവിടെ വരുവാന് ദൈവം അവസരം നൽകി. എന്നെ ഈ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച കർത്തൃദാസനും ചുമതലപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി ചൊല്ലുന്നു. അതുകൊണ്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവവചനം ഇവിടെ വാരി വിതറിയിട്ടുണ്ടെന്ന് അറിയാം. ഇന്ന് രാത്രിയിലും അല്പസമയങ്ങൾ നമുക്ക് തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാം. വളരെ പരിചിതമായ ഒരു തിരുവെടുത്താണ് വായിച്ചത്. 91-ാമത്തെ സങ്കീർത്തനം 10-ാമത്തെ വാക്യം. ഇതിന്റെ പുറകിലത്തെ സങ്കീർത്തനം മിക്കവരും വായിക്കാറില്ല. പിന്നെ ആയ കൂടെ വായിക്കുന്നത് മരണവീടുകളില്ല. അതും മിക്ക ഉപദേശിമാരും തെറ്റിക്കുക. ഈയിടെ ഒരിടക്ക് ശവസംസ്കാരത്തിന് പോയി 90-ാം സങ്കീർത്തനം മൊത്തം അങ്ങ് തെറ്റിക്കുക. പിന്നെ എല്ലാവരും കരഞ്ഞു ഭൂമിയിരുന്നുകൊണ്ട് ആരും ശ്രദ്ധിച്ചില്ലെന്നേ ഉള്ളു. എങ്ങനെയും വായിക്കട്ടെന്ന് ഓർത്ത്. അപ്പോൾ ഇത് 90 മിക്ക ആൾക്കാരും കുടുംബ പ്രാർത്ഥനയിലും വായിക്കത്തില്ല. എന്നാൽ 91 കുടുംബ പ്രാർത്ഥനയിലും വായിക്കും. ചുമ്മാതിരിക്കുമ്പോൾ എന്തെങ്കിലും വാക്യം പറയും. ഇതിലെ വാക്യങ്ങളെല്ലാം മനപ്പാടവുമാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 91-ാമത്തെ സങ്കീർത്തനം. മാത്രമല്ല വേദപുസ്തകത്തിൽ സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഈ പുസ്തകം നിങ്ങൾക്കറിയാം. എപ്പോഴും ഞാൻ പറയുന്ന കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുക. 66 പുസ്തകമാണ്. സത്യവേദ പുസ്തകം 66 പുസ്തകമാണ്. ആദ്യത്തെ പുസ്തകം ഏതാ മോളെ? ഉൽപ്പത്തി. ഒടുവിലത്തെ ഏതാ കുഞ്ഞെ? ഉറക്കെ പറ. പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. ഇങ്ങനെ 66 പുസ്തകമാണ്. ഇത് 2 ഭാഗങ്ങളായിട്ടാ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും ഇതെല്ലാം പറയാനാണോ ഇയാള് ഇങ്ങോട്ട് വന്നെന്ന്. അതെ, ഞങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് ചിലർക്കറിയാം, ചിലർക്ക് ഇതിനെപ്പറ്റി യാതൊരു വെളിവില്ലാത്തവരിപ്പുണ്ട്. ഇത് എടുത്തോണ്ട് ഞായറാഴ്ച ഇങ്ങനെ ഓടുന്നല്ലാതെ ഇതെന്നതാന്ന് ചിലർക്കറിയത്തില്ല. എന്നാൽ ചിലർക്ക് നല്ല തിട്ടമുണ്ട്. തിട്ടമുള്ളത് കൊണ്ട് അവർ വേറെ പുസ്തകം പോലും കൊണ്ടുവന്നിട്ടില്ല. നല്ല തിട്ടം ഞാൻ കണ്ടു. എനിക്ക് അങ്ങനെയുള്ളവരെ ഇഷ്ടമാണ്. കാരണം നല്ല തിട്ടമുള്ളത് കൊണ്ടാണ്. ഇന്നാളൊരാൾ പറഞ്ഞല്ല ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞേതാ. അതിനകത്തുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല. പക്ഷേ നഹൂം പ്രവചനം എടുക്കാൻ പറഞ്ഞല്ലേ, പിന്നെ എസ്തേറിന്റെ പുസ്തകം എടുക്കാൻ പറഞ്ഞു. എസ്തേറിന്റെ പുസ്തകം തോണ്ടിയപ്പോൾ എസ്തേർ വരുന്നില്ല, ലില്ലിക്കുട്ടിയാണ് ഇറങ്ങി വരുന്നത്. കാരണം ഇതിനകത്ത് എല്ലാം ഉള്ളത് കൊണ്ട്. അവളും ഇതിനകത്തുണ്ട്. എസ്തേറിനെ ഞോണ്ടിയിട്ടൊന്നും എസ്തേർ വരുന്നില്ല. എസ്തേർ വേറെ വഴിക്ക് പോയി. ലില്ലിക്കുട്ടി ഇറങ്ങി വരിക, പ്രത്യേക ഡ്രസ്സും ഒക്കെ ധരിച്ചു. എന്നാൽ ഇനിയും കണ്ടില്ല ലില്ലിക്കുട്ടിയെ കുറച്ചു നേരം. അങ്ങനെയൊക്കെ ഉണ്ട് ഇതിനകത്ത്. എങ്കിൽ ഈ വേദപുസ്തകം കൊണ്ടുവരികയും എടുക്കുകയും വായിക്കുകയും ചെയ്യുന്നത് കുറച്ചുകൂടെ നന്ന്. ദൈവത്തിന് മഹത്വം. അപ്പോൾ 66 പുസ്തകം അടങ്ങുന്ന ഈ സത്യ വേദപുസ്തകം ദൈവത്തിന് മഹത്വം. ആദ്യത്തെ പുസ്തകം മോള് പറഞ്ഞു ഉൽപ്പത്തി പുസ്തകം, ശരിയാ. ഒടുവിലത്തെ പുസ്തകം ഈ കുഞ്ഞും പറഞ്ഞു വെളിപ്പാട് പുസ്തകം. 2 ശരിയാ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇത് 2 ഭാഗങ്ങളായിട്ട പഴയ നിയമവും പുതിയ നിയമം, അങ്ങനെ ഇത് കൊടുത്തിരിക്കുന്ന. പഴയ നിയമവും പുതിയ ഇത് മുഴുവൻ നിയമമാണ്. ഈ നിയമം എടുത്തുകൊണ്ടാണ് നമ്മൾ ഞായറാഴ്ച ഓടുന്നത്. പക്ഷെ നിയമം തെറ്റിച്ചുകൊണ്ടാണ് ഓടുന്നത്. അതെന്നാ? ഉദാഹരണം ഉടക്കൊണ്ടാക്കരുത്. 2 വീലറെ പോകുക 5 പേര്. എല്ലാവരുടെയും കയ്യിൽ നിയമ പുസ്തകം ഉണ്ട്. ഏതാ? വേദപുസ്തകവും. മനസ്സിലാകുന്നില്ല. 2 വീലറിൽ എത്ര പേരാ പോകണ്ടേ? ഒരാൾക്ക് ഹെൽമെറ്റ് ഉള്ളൂ. കയ്യിരിക്കുന്ന പുസ്തകം ഏതാ? നിയമം തെറ്റിച്ചായി പോകുന്നത്.
ഒരിക്കലും ഞാനും എൻ്റെ ഒരു സഹോദരൻ്റെ കൂടെ യോഗത്തിന് പോകണം. അപ്പം അനുഭവത്തിൽ നിന്നായി പറയാൻ, യോഗത്തിന് പോകാൻ അങ്ങോട്ട് ഒരുങ്ങിയപ്പോൾ അവൻ്റെ വേറൊരു ബ്രദറുണ്ട്, അവനും വരണം. ഞാൻ പറഞ്ഞു 3 പേര് 2 വീലറെ പോകണ്ട, ശരിയല്ല, പോലീസ് പിടിച്ച കുഴപ്പമൊന്നുമില്ല, എനിക്ക് പെട്ടെന്ന് പോവുകയും ചെയ്യണം, വേറെ മാർഗവും ഇല്ല. കഴിവിൻ്റെ പരമാവധി പറഞ്ഞു നോക്കി 3 പേര് പോകരുത്, സമ്മതിക്കുകയാൽ കയറിയിരിക്കെ കൊണ്ടുപോകാം. ഞാൻ നടുക്കിരിക്കുക, ഈ പുസ്തകവും പിടിച്ചോണ്ട്. മുന്നിൽ ഇരിക്കുന്ന പുള്ളിയുടെ ഈ പുസ്തകമുണ്ട്, പക്ഷേ അതിൻ്റെ മുന്നിൽ ഇതുണ്ടല്ലോ, എന്തുവാ ഇത് പുസ്തകം വെക്കാൻ അല്ല, വണ്ടിയുടെ ഫ്രണ്ടിൽ ബാഗുണ്ട്, അതിനകത്ത് വെച്ചിരിക്കാം. പുറകിരിക്കുന്ന പുള്ളിയുടെ കയ്യിലും പുസ്തകമുണ്ട്. അപ്പോൾ വണ്ടി അങ്ങോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വളവും ഇറക്കവും കൂടെ പോലീസ് കൈ കാണിച്ചു. വളവും ഇറക്കവും കൂടെ പോലീസ് കൈ കാണിച്ചു. ഞാൻ പറഞ്ഞു കുഴഞ്ഞു. നല്ലൊരു മനുഷ്യനാണ് പോലീസുകാരൻ, അനാവശ്യമൊന്നും പറഞ്ഞില്ല. അപ്പോൾ അന്നേരം തന്നെ ഇതെഴുതി കൊടുത്ത് പൈസ അടച്ചേച്ച് പോകേണ്ട രീതിയാണ്. പുള്ളി ഏതായാലും കൈ കാണിച്ചു. ഞങ്ങൾ നിർത്തിക്കൊണ്ട് വെച്ചു, എവിടെ പോവുക? പറഞ്ഞു സാറേ പ്രാർത്ഥനയ്ക്ക് പോവാം. പ്രാർത്ഥനയ്ക്ക് പോവാം. നല്ല മനുഷ്യൻ. പുള്ളി വളരെ രസകരമായിട്ടാണ് ചോദിച്ചു, എന്തുവാ കയ്യിലിരിക്കുന്നത്? എന്നോട് കഴിക്കുന്നത് സാറേ ഇത് വേദപുസ്തകം. വേദപുസ്തകമല്ലേ? ഇതെന്നതാന്ന് ചോദിച്ചു. ഫ്രണ്ടിലും അത് ഇരിക്കുന്ന പുള്ളിക്ക് അറിയാം, അതും വേദപുസ്തകം. നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് അതും അപ്പം 3 പേരുടെയിലും അപ്പം വേദപുസ്തകം. നല്ല കാര്യം, പ്രാർത്ഥനയ്ക്ക് പോവാ. എവിടാ? തിരുവല്ലായില്ല. സമയം പോയല്ലയോ? പുള്ളി ഇങ്ങോട്ട് ചോദിക്കും. എൻ്റെ സാറേ സമയം പോയി പെട്ടെന്ന്. അപ്പം പുള്ളി കണ്ട അറിയാനുള്ള ജിജ്ഞാസയോടെ വേദപുസ്തകം എത്ര പുസ്തകമാണ്? അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു 66 പുസ്തകം. അപ്പം എനിക്കൊരു സന്തോഷം, പുള്ളിക്ക് ഇത് കേൾക്കാൻ. അപ്പോൾ പുള്ളി ചോദിച്ചു 66 പുസ്തകം ഒറ്റയടിക്കാമെന്ന്? അല്ല, 2 ഭാഗമാണെന്ന് പറഞ്ഞു. അതേതാ? ഉടനെ അദ്ദേഹം പറഞ്ഞു ഏതാ? ഞാൻ പറഞ്ഞു പഴയ നിയമവും പുതിയ നിയമവും. നിയമമല്ലയോ? അതെ. ഇത് പറയാൻ പോവാന്നോ? അപ്പം ഇത് പറയാനാ പോകുന്നത്. 2 വീലറിൽ എത്ര പേര് പോകണമെന്നാണ് നിയമം? നമ്മളെ കൊണ്ട് പറയിപ്പിക്കാം. സാറേ 2. ഹെൽമെറ്റ് വേണോ? വേണം. ഇപ്പം എത്ര പേരുണ്ട് 2 വീലറ്? 3. എത്ര പേർക്കുണ്ട് ഹെൽമെറ്റ്? ഒരാൾക്ക്. നിയമം തെറ്റിയോ? തെറ്റി. എന്നിട്ട് ഈ നിയമം പറയാനാണോ പോകുന്നത്? പുള്ളി പറയാം പെട്ടെന്ന് ചെല്ല. പൈസയും മേടിച്ചില്ല, വഴക്കം പറഞ്ഞില്ല, തെറിയും പറഞ്ഞില്ല, പെട്ടെന്ന് ചെല്ല, സമയം നിയമം പറഞ്ഞ് ചെന്ന് പറയാൻ. ഇവിടെ നിയമം തെറ്റിച്ചേച്ചേ അവിടെ 11:30 സമയം തരുന്നെന്ന് ചോദിച്ചു. പുള്ളി അതും ചോദിച്ചു. പെട്ടെന്ന് പോക്കോളാം. അവിടെ നിന്ന് പോന്നെങ്കിലും മനസാക്ഷിക്കങ്ങ് കുത്തല. അവിടെ ചെന്ന് ഇത് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴും ഇത് കുത്തുക. നിയമം തെറ്റിച്ചേച്ചാന്നല്ലോ. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ? അല്ല, ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത്. നമ്മൾ മിക്കവരും ഇങ്ങനെ നിയമം തെറ്റിച്ചേച്ചാ ഞായറാഴ്ച ഓടുന്ന തമ്പേറുമായിട്ട്. 1-2 ഉദാഹരണം പറയാം. ഇഷ്ടപ്പെടുകയില്ലെന്നറിയാം. അപ്പനോടും അമ്മയോടും മിണ്ടത്ത് വല്ല വെള്ളവും കൊടുക്കുകയില്ല. എന്നിട്ട് ഞായറാഴ്ച ഓടുക ഹോളിലോട്ട്. എവിടെ വന്ന വലിയ പതാല് തുടങ്ങിയെന്നാണ് തോന്നുന്നത്. ചിലത് കുളിക്കാതെയും കൂടെ ഓടുന്നത്, സമയം പോയത് കൊണ്ട്. അവിടെ ചെന്ന് തമ്പേറും എടുത്തിട്ടങ്ങ് അടിക്കുക. ഇതിനകത്ത് നിയമം എന്നാണെന്നറിയാമോ? നിനക്ക് നന്മയുണ്ടാകുവാൻ നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ നിന്റെ അപ്പനെ അമ്മേ, ഇതാ നിയമം. അത് തെറ്റിച്ചേച്ചാ മനസ്സിലാകുന്നില്ലായിരിക്കും, ഇല്ലയോ? അയലത്തുകാരനുമായിട്ട് മിണ്ടിയിട്ട് 5 വർഷമായി. ഇതിനകത്ത് നിയമം എന്നാണെന്നറിയാമോ? നിന്നെപ്പോലെ തന്നെ അവനെ സ്നേഹിക്കണം. അവനുമായിട്ട് മിണ്ടുന്നില്ല, നേരെ ഓടുക. ഞായറാഴ്ച രാവിലെ ഓടാനിരിക്കുക. നിയമം തെറ്റിച്ചേച്ചാ നമ്മള് നിയമപുസ്തകമായിട്ട്. 2 ഉദാഹരണം പോരെ? പറ. 2 പോരെ? മനസ്സിലാക്കാനായി 2. അപ്പൊ ഇത് നിയമപുസ്തകമാണ്. പഴയ നിയമവും പുതിയ നിയമവും 2 ഭാഗങ്ങളാണ്. എൻ്റെ പ്രിയരെ, ഇത് തെറ്റിക്കരുത്. ഇപ്പൊ നിങ്ങൾ പറയും എല്ലാവരും ശരിയാന്ന്. എല്ലാവരുടെയും കാര്യം തിരക്കണ്ട, നിനക്കുള്ളത് മുറുകെ പിടിക്കുക, നീ നന്നാകുക.
നമ്മൾ ഉടനെ മറ്റുള്ളവരെ ഉടനെ പറയാം അവര് ശരിയാന്നോ ഇവര് ശരിയാന്നോ. ചെറുക്കനോട് ചോദിച്ചു, നീ തോറ്റോടാ? അവനും തോറ്റെന്ന്. നീ തോറ്റ കാര്യം പറഞ്ഞാൽ പോരെ? നീ ഉടനെ തോറ്റവരുടെ ലിസ്റ്റ് എല്ലാം കൂടെ, അതല്ല അതിൻ്റെ ന്യായം. നമ്മൾ തോക്കരുത്. നമുക്ക് ആ വിഷയം വിട്ടേക്കാം. ചിലരുടെ മുഖത്തൊക്കെ വല്ലായ്മ തോന്നുന്നു. ഇപ്പം നിങ്ങൾ എന്തിക്കാതിരിക്കുമ്പോൾ ഇന്ന് വരേണ്ട ഒരു കാര്യവും പോകുന്നില്ലെന്ന് ഞാൻ ആദ്യം വിചാരിച്ചതാണ്. പിന്നെയും എങ്ങനെ ഉണ്ടെന്നൊന്ന് അറിയാമെന്ന് ഓർത്ത് പോയപ്പോഴാന്ന് വന്ന് ഇരിക്കുകയും ചെയ്ത്. അയാളന്ന് ബോധമുള്ളവനല്ല ഇനി എഴുന്നേറ്റ് പോയാൽ ഇനിയിപ്പോൾ ഇരിക്കല്ലാതെ ഇപ്പം എന്നാ ചെയ്യാനാ? അപ്പം ഇത് രണ്ട്, അതുകൊണ്ടാണ് ചിലർ ഇങ്ങോട്ട് അകത്ത് കയറിയിരിക്കാത്ത. അപ്പം അതിലാകുമ്പോൾ പെട്ടെന്ന് പോവുകയും ചെയ്യാം. എനിക്ക് മനസ്സിലായി, നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി. അപ്പം അവർക്ക് സമയമാകുമ്പോൾ എഴുന്നേറ്റ് പോവുകയും ചെയ്യാം. നിങ്ങൾ ആ വീട്ടിനകത്ത് വീണേക്കുന്നത്. അപ്പം എന്തായാലും ഇത് രണ്ട് ഭാഗമാണ്. പഴയ നിയമവും പുതിയ നിയമവും രണ്ട് ഭാഗം. പഴയ നിയമം 39 പുസ്തകം, പുതിയ നിയമം 27 പുസ്തകങ്ങളാണ്. ദൈവത്തിന് മഹത്വം. ഈ 66 പുസ്തകത്തിൽ വളരെ വിലപ്പെട്ട ഒരു പുസ്തകമാണ് സങ്കീർത്തന പുസ്തകം. സങ്കീർത്തന പുസ്തകം ഏത് വ്യക്തിക്കും വേദപുസ്തകമായിട്ടൊരു അല്പ പരിചയമുള്ള ആൾക്കറിയാം. സങ്കീർത്തനം 150 എണ്ണമാണ്. അത് 5 പുസ്തകമായിട്ടാണ്. 5 പുസ്തകമായിട്ടാണ് സങ്കീർത്തനം പുസ്തകങ്ങൾ. അത് 150 സങ്കീർത്തനങ്ങൾ. സാധാരണ പൊതുവിൽ ഇത് ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ എന്നാ പൊതുവിൽ പറയുന്നത്. കാരണം കൂടുതലും ദാവീദായി എഴുതിയേക്കുന്നത്. വേദപണ്ഡിതാക്കള് പറയുന്നത് 150 സങ്കീർത്തനത്തിൽ ഏതാണ്ട് 100 സങ്കീർത്തനത്തോളവും ദാവീദ് എഴുതിയെന്ന. അതുകൊണ്ട് വേദപണ്ഡിതാക്കൾ ചെല്ലു പറയുന്നത് ദാവീദിന്റെ സങ്കീർത്തനങ്ങളെന്ന്. എന്നാൽ വേറെ ചില ആൾക്കാരും എഴുതിയിട്ടുണ്ട്. കോരകപുത്രന്മാര് സങ്കീർത്തനം എഴുതിയിട്ടുണ്ട്. അതുപോലെ ആസാഫ് സങ്കീർത്തനം എഴുതിയിട്ടുണ്ട്. പിന്നീട് ശലോമോൻ 2 സങ്കീർത്തനം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. യദുഥൂനും ഹേമാനും ഇതിനകത്ത് സങ്കീർത്തനം എഴുതിയിട്ടുണ്ട്. പിന്നെ 1-ാം സങ്കീർത്തനവും 119-ാമത്തെ സങ്കീർത്തനവും യസ്രാ ശാസ്ത്രി എഴുതിയത് എന്നാണ് വേദപണ്ഡിതാക്കൾ അഭിപ്രായപ്പെടുന്നത്. ഇപ്പോൾ നാം വായിച്ച സങ്കീർത്തനം 91 അത് യോശുവ എഴുതി എന്ന് ചിലര് അവകാശവാദം മുടക്കുന്നു. 90-ാമത്തെ സങ്കീർത്തനം പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശെ, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണ് 90. ഇതെല്ലാം പേര് പറയപ്പെട്ട സങ്കീർത്തനമാ. പേര് പറയാത്ത ചില സങ്കീർത്തനമുണ്ട്. അത് മിക്കതും ദാവീദ് എഴുതിയെന്നാ പറയുന്നത്. അതുകൊണ്ട് ഇത് ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ എന്നാണ് കൂടുതലായിട്ട് അഭിപ്രായപ്പെടുന്നത്. ഈ കാലയളവിലെ അടുത്ത കാലയളവിലൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട് സങ്കീർത്തനം വായിക്കരുത്, സങ്കീർത്തനം സഭായുധനൊന്നും വായിക്കണ്ട, സങ്കീർത്തനമേ വേണ്ട. വട്ടുപിടിച്ച കുറെ അവന്മാര് പറയുന്നത് പഴയ നിയമമേ വേണ്ടെന്ന. ഇവനെല്ലാം ഭ്രാന്ത. പഴയ നിയമം വേണ്ടെന്നാ ചെല്ല് പറയുന്നത്. സ്തോത്രം. ഒരുത്തൻ ചോദിച്ചു എന്നാ കേൾക്കുന്നത്, ഇതാരാ കുത്തിക്കെട്ടിയെന്ന്? പഴയ നിയമം പുതിയ നിയമം കൂടെ ഒന്നിച്ച്. അവനതാ അറിയണ്ടേ. ഞാൻ കേട്ടപ്പം പറഞ്ഞു, അവന് വേണ്ടി പ്രാർത്ഥിക്കാം, അവനെ കുത്തിക്കെട്ടാതിരിക്കട്ടെ. അല്ലാതെ തന്നെ ചെയ്യാനാ? നമുക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കാം, ദോഷമൊന്നും വരാതിരിക്കട്ടെ. വേറൊരു ഇളക്കക്കാരൻ പറഞ്ഞു, ഇത് കീറിക്കളഞ്ഞേക്കാൻ, പഴയ നിയമം മൊത്തം കീറിക്കളഞ്ഞേക്കാം. ഇങ്ങനെ വട്ടുപിടിച്ചോമാർ ഒത്തിരി ഉണ്ട്. നിങ്ങൾക്ക് വല്ലതും അറിവുണ്ടോ എന്ന് അറിയത്തില്ല. ഉണ്ട്, ഒത്തിരി ഉണ്ട്. അന്നേരം ഞാൻ പറഞ്ഞു, ദൈവം അവനെ കീറിക്കളയാതിരിക്കട്ടെ, അവന് വേണ്ടിയും പ്രാർത്ഥിക്കാം. ദൈവമേ ഇതിനൊക്കെ നല്ല ബുദ്ധി ഉണ്ടാകട്ടെ. ഒരു കാര്യം പറയാം, എല്ലാ തിരുവെടുത്തും ദൈവശ്വാസികമാണ്. സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതിനൊരു തെളിവ് 1-2 എല്ലാം എടുത്ത് വായിപ്പിക്കാൻ നേരമില്ല. പഴയ നിയമം 39 പുസ്തകമാണ്. പുതിയ നിയമം 27 പുസ്തകമാണ്. പുതിയ നിയമത്തിൽ പഴയ നിയമ പുസ്തകങ്ങളിലെ ഏതാണ്ട് 283 വാക്യങ്ങൾ, ഉദ്ധരണികൾ പുതിയ നിയമത്തിലുണ്ട്. പഴയ നിയമത്തിലെ 39 പുസ്തകത്തിൽ നിന്ന് ഏതാണ്ട് 283ഓളം വാക്യങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. പഴയ നിയമത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഇതെടുത്ത് കൊടുത്തേക്കുന്നത്. ഇത് വേണ്ടെങ്കിൽ, താല്പര്യമില്ലെങ്കിൽ ഒരൊറ്റ വാക്യം ഇതിനകത്ത് കൊടുക്കരുത്. ഇത് വിശേഷപ്പെട്ടതായതുകൊണ്ടാണ്. അപ്പോൾ ഏതാണ്ട് 283 വാക്യങ്ങൾ പുതിയ നിയമ ഉദ്ധരണികളായിട്ടുണ്ട്. ആ 283 വാക്യത്തിൽ 116 വാക്യവും സങ്കീർത്തനത്തിൽ നിന്നാണ്.
116 വാക്യങ്ങൾ സങ്കീർത്തന പുസ്തകത്തിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രാധാന്യം എത്ര വലുതാ. അന്നേരമായി കുറെ വെടലുകൾ ഇറങ്ങിയേച്ച് പറയുക, എന്നെ എല്ലാവർക്കും ഒരു മഴ പെയ്തതിൻ്റെ ആയിരിക്കുമല്ലയോ. ആട്ടെ. അപ്പോൾ സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഇനി വേറൊരു പ്രാധാന്യം, ആദിമസഭയ്ക്ക് ഇവരെ ഒന്നിച്ചു കൂടിയിരിക്കുക. കർത്താവ് ഉയർത്തെഴുന്നേറ്റു. കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നത് തിരുവെഴുത്ത് പ്രകാരം മരിച്ച് തിരുവെഴുത്ത് കമ്പ്ലാറെ അടക്കപ്പെട്ട് അവിടെ നിന്ന് തിരുവെഴുത്ത് പറഞ്ഞതുപോലെ ഉയർത്തു. അരിമ ശിഷ്യന്മാർക്കെല്ലാം യേശു ക്രിസ്തു പ്രത്യക്ഷനായി. ആദ്യം മറിയയ്ക്ക് പ്രത്യക്ഷനായി, പിന്നെ കേഭാവിനെ 12 പേർക്ക് 11 പേർക്ക് എമ്മോസിൽ പോയവർക്ക് കടക്കര വെച്ച് ബഥാനിയിൽ വെച്ച് മുറികടച്ചിട്ടപ്പോൾ തോമാസ് ഉള്ളപ്പോൾ മറ്റു പേർക്ക് 500-ലധികം പേർക്ക് ഒരുമിച്ച് പൗലോസ് പറഞ്ഞു, ഒടുവിൽ അകാല പ്രജകളുള്ള എനിക്കും പ്രത്യക്ഷപ്പെട്ടു. യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് ഏതാണ്ട് 10-40 ദിവസം ഇവരുടെ കൂടെ ആകുകയും സഹകരിക്കുകയും ചെയ്തു. ഒടുവിൽ ഇവിടെയെല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് ബഥാന്യോളം കൊണ്ടുപോയി അന്ത്യകൽപ്പന കൊടുത്തു. മത്തായി 28, മർക്കോസ് 16, ലൂക്കോസ് 24, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യവും. അന്ത്യകൽപ്പന കൊടുത്തേച്ചവര് നോക്കി നിൽക്കുമ്പോൾ യേശു സ്വർഗത്തിലേക്ക് പോവുക. അവര് സ്വർഗത്തേക്ക് ഇങ്ങനെ കൺകൊള്ളുയർത്തി യേശു മേളിലോട്ട് പോവുക. നോക്കി നിന്നപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവനവിടെ കാഴ്ചയ്ക്ക് മറഞ്ഞപ്പോൾ അവര് വന്ന് പറഞ്ഞു, നിങ്ങൾ എന്തിനാ മേളിലോട്ട് നോക്കി നിൽക്കുക? നിങ്ങളെ വിട്ട് പോയ ഈ യേശു സ്വർഗത്തിലേക്ക് പോകുന്നതിനായി നിങ്ങൾ കണ്ടതുപോലെ അവിടുന്ന് തിരിച്ചു വരും. അപ്പൊ പോകുന്നതിന് മുമ്പ് അവിടുന്ന് അരുളപ്പാട് പറഞ്ഞു, ആലോചന കൽപ്പന പറഞ്ഞു, നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് കാത്തിരിക്കണം, യെരൂശലേം വിട്ടുപോകരുത്. ഇവരപ്രകാരം എല്ലാവരും കാത്തിരിക്കുക. അപ്പൊ ഈ കാത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇവരുടെ ഇടയിലെ കാര്യങ്ങളെല്ലാം ഒരു ക്രമീകരണത്തിൽ വന്നപ്പം അപ്പോസ്തലന്മാർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം. യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്തു. യൂദ അവനെ ഒറ്റിക്കൊടുത്ത് 30 വെള്ളിക്കാശ് പറഞ്ഞൊത്ത് ഒറ്റിക്കൊടുത്ത് ഒടുവിൽ അവൻ തൂങ്ങിച്ചത്തു. ദ്രവ്യാഗ്രഹം കൊണ്ടാണ് ഇതെല്ലാം ചെയ്തത്. പക്ഷെ അത് ഗുണം പിടിച്ചില്ലെന്നുള്ളതാ. ഈ ദ്രവ്യാഗ്രഹത്തിന്റെ കൗശല ബുദ്ധി ഒന്നും പ്രയോഗിക്കരുത്. ഗുണം വരികയല്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടോണം. സൂത്രം കാണിച്ചും ചതിച്ചും വഞ്ചിച്ചും മറ്റുള്ള തന്നെ എൻ്റെ ഭാഷയെ കമത്തി അടിച്ചും കുതികാല് വെട്ടിയും കാല് വാരി 1 രൂപ നിന്റെ കൈ വരരുത്. കൈ വന്നാൽ നിനക്കും നിന്റെ സന്തതിക്കും ഗുണമാകുകയില്ല, ഉതകത്തില്ല, അവസാനം കുഴയും. നാട്ടുകാർ ചിലപ്പോൾ നമ്മളെ നോക്കി പറയും, കഴിവില്ല, മിടുക്കനല്ല, ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല എന്നൊക്കെ പറ. അതവിടെ ഇരിക്കട്ടെ. പക്ഷെ ദൈവസന്നിധിക്ക് പ്രാഗൽഭ്യം വേണം. അപ്പൊ ശ്രദ്ധിക്കുക, യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്തു. എനിക്ക് പാടണമെന്നൊക്കെ ഉണ്ട്. എല്ലാ പാട്ടും ചിലപ്പോൾ ഇവർക്ക് അറിയത്തുമില്ലായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളും ചിന്തിക്കുക, പാടാതിരിക്കുന്ന നല്ലത്. വെറുതെ ഞങ്ങളെയും കൂടിയിട്ട് പന്തിരുവരിലൊരുത്തന യൂതൻ വരുന്നു, തന്തയെ കാണിച്ചു കൊടുപ്പാൻ. പന്തിരുവരിലൊരുത്തന യൂതൻ വരുന്നു, തന്തയെ കാണിച്ചു കൊടുപ്പാൻ. ആ കഷ്ടം തന്തയെ കാണിച്ചു കൊടുപ്പാൻ. ഞാൻ അങ്ങ് പറയാം, അല്ലാതെ പോക്കുകയല്ല. അപ്പോൾ യൂദ യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തു. ഒടുവിൽ ഇവൻ പോയി തൂങ്ങിച്ചത്തു. ഒരു നല്ല ചാക്കാലയും കിട്ടിയില്ല. തലകീഴായിട്ട് വീണപ്പോഴെങ്കിലും ചൊവ്വന വീഴണ്ടേ. പിളർന്നു. കുടലെല്ലാം തുറിച്ചു പോയി. അപ്പൊ ഇവര് ചത്തു കഴിഞ്ഞപ്പം അപ്പോസ്തലന്മാര് പറഞ്ഞു, അവനവന്റെ സ്ഥലത്തേക്കാ പോയത്. അത് വേറൊരു വിഷയമാണ്, അവിടെ നിൽക്കട്ടെ. അവനവന്റെ സ്ഥലത്തേക്ക് പോയി. പകരം നമുക്ക് ഒരപ്പോസ്തലനെ തെരഞ്ഞെടുക്കണം. അയ്യോ, അങ്ങനെ പറ്റുമോ?
അപ്പൊ ആദിമസഭയിലെ പിതാക്കന്മാരെല്ലാം കൂടെ ഒന്നിച്ച് കൂടിയിരുന്നേച്ച് പറഞ്ഞ് പറ്റും. അയ്യോ അതിന് നമുക്ക് നമ്മുടെ ഭാഷ അതിന് നമുക്ക് നിയമമുണ്ടോ? അപ്പൊ പറഞ്ഞു നിയമമുണ്ട്. എങ്ങനെയാ നിയമം? അത് സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്, അവന്റെ സ്ഥാനം മറ്റൊരുത്തൻ ഏക്കട്ടെ. അപ്പൊ ഒരു അപ്പോസ്തലനെ തിരഞ്ഞെടുക്കാനായിട്ട് അടിസ്ഥാന വാക്യമെടുത്തത് സങ്കീർത്തനത്തിൽ നിന്നാണ്. അന്നാര് ഊളന്മാര് പറയുന്നത് പുതിയ നിയമത്തിൽ സങ്കീർത്തനമൊന്നും വായിക്കരുതെന്ന്. വായിച്ച ആരാ മുമ്പേ വായിച്ച്? ദൈവദാസനാണോ? ആരാ മോനാണോ വായിച്ച്? വായിച്ചു. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 15 മുതൽ അങ്ങ് വായിച്ചു. അപ്പം കുറച്ചുകൂടെ ക്ലിയർ ആക്കും. വായിര്. ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ എല്ലാവരും ഇങ്ങോട്ട് നോക്കാം. മോൻ വായിക്കുന്നുണ്ട്. എന്തിനാ ഞാറ് നടും പോലെ കമന്ന് കിടക്കുന്നേ? ഇങ്ങോട്ട് നോക്കാം. നിങ്ങൾ മോൻ വായിര്. എല്ലാവരും എന്നെ നോക്കാം. കാണാനൊന്നും വലിയ ചതവില്ല, എന്നാലും നോക്ക്. മോൻ വായിര്. പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് സഹോദരന്മാരായ പുരുഷന്മാരെ യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദയെ കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻ പറഞ്ഞ തിരുവെഴുത്തിന് നിവൃത്തി വരുവാൻ ആവശ്യമായിരുന്നു. അടുത്തത് അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്ക് ലഭിച്ചിരുന്നുവല്ലോ. അടുത്തത് അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ചു. തലകീഴായി വീണു, നടുവേ പിളർന്നു. അവന്റെ കുടലെല്ലാം തുറിച്ചുപോയി. അടുത്തത് അത് യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരും അറിഞ്ഞതാകൊണ്ട് ആ നിലത്തിന് അവരുടെ ഭാഷയിൽ രക്തനിലം എന്നർത്ഥമുള്ള അക്കൽദാമ എന്ന് പേരായി. സങ്കീർത്തന പുസ്തകത്തിൽ അവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ. സങ്കീർത്തന പുസ്തകത്തിൽ അവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിലാരും പാർക്കാതിരിക്കട്ടെ എന്നും അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തന് ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു. സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ സങ്കീർത്തന പുസ്തകത്തിലെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാ ഒരുത്തനെ തെരഞ്ഞെടുത്തത്. അപ്പൊ ഇതിന് വലിയ പ്രാധാന്യമുണ്ടെന്നായി പറഞ്ഞത്. അങ്ങനല്ലേ? ഒന്നുകൂടെ വായിച്ചേ. സങ്കീർത്തന പുസ്തകത്തിൽ അവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിലാരും പാർക്കാതിരിക്കട്ടെ എന്നും അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരു ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു. അടുത്തത്, ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോന്ന കാലത്തെല്ലാം ഞങ്ങളോട് കൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോട് കൂടെ അവന്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി തീരണം. അങ്ങനെ യൂസ്തോസ് എന്ന് മറുപേരുള്ള ബർശബ എന്ന യോസെഫ്, പിന്നെ മത്തിയാസ് എന്ന ഈ രണ്ടുപേരെ നിർത്തി. പാനലൊന്നും അല്ല കേട്ടോ, പാനലല്ല. ഇവരങ്ങ് നിർത്തിയതാ. എന്നാണ് എല്ലാം പാനല്ല. നിൽക്കുന്നോ? നിൽക്കണമെന്നുണ്ട്. മറ്റേ പുള്ളി നിൽക്കുന്നെന്നാ കേട്ടത്. നിൽക്കട്ടെ. ഈ പ്രാവശ്യം 5 പേര് നിൽക്കുന്നെന്നാ. നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലേ? പ്രസിഡന്റ് ആകാനേ, പ്രസിഡന്റ് സ്ഥാനം കിട്ടാൻ, ഓവർസിയർ സ്ഥാനം കിട്ടാൻ, സൂപ്രണ്ട് സ്ഥാനം കിട്ടാൻ അങ്ങ് നിൽക്കുക. മിക്കതിനും ചക്കും പൊക്കും അറിയാനും മേല. ഒരു കല്യാണം നടത്താൻ അറിയാൻ മേല. ചെറുക്കനോട് പറയണ്ട പെണ്ണിനോട് പറയും, പെണ്ണിനോട് പറയണ്ട ചെറുക്കൻ. പിന്നെ അവർ നേരത്തെ എല്ലാം പറഞ്ഞേച്ച് വന്നതുകൊണ്ട് അവർക്കിതൊന്നും വിഷയമല്ല. അവർ പറയേണ്ടതെല്ലാം പറഞ്ഞു പോകേണ്ടിടത്തല്ല പോയി. പിന്നെ ഒരു ചടങ്ങ് നടത്തുന്നതേ ഉള്ളൂ. എല്ലാവരുടെയും കാര്യമല്ല. എല്ലാവരും അങ്ങ് നിൽക്കുക. അപ്പൊ ഇവിടെ 2 പേരെ നിർത്തി. അടുത്തത്, സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് ഇവൻ പ്രത്യേക സ്ഥലത്ത് പോകുന്ന യൂദ, തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞുപോയ ഈ ശുശ്രൂഷയുടെയും അപ്പോസ്തലന്റെയും സ്ഥാനം ലഭിക്കേണ്ടതിന് ഈ ഇരുവരിൽ ഏവനെ നീ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ച് ദൈവം തിരഞ്ഞെടുക്കണം. അതാ നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. വിഷയം അതല്ലല്ലോ. മോനെ അവിടെ ഇരിയടാ. എന്നാടാ? അവനെ കൊണ്ട് പോവാണോ? അവൻ കരയുന്നു.
ഇടഞ്ഞിരിക്കുക അവന്. അപ്പൊ ശ്രദ്ധിച്ചേ, അപ്പൊ ഇത് സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് എടുത്ത ഈ കാര്യങ്ങൾക്ക് ശുശ്രൂഷയ്ക്ക് ഉറപ്പുണ്ടാക്കിയത്. അതെടുത്തത് 109 സങ്കീർത്തനത്തിൽ നിന്നാണ്. 109:7 മുതൽ വായിച്ചു. 7 മുതലുള്ള വാക്യം വായിത്. സങ്കീർത്തനം 109:7 മുതലുള്ള തിരുവെടുത്ത് ഒന്ന് താഴോട്ട് വായിച്ചത്. ദൈവത്തിന് മഹത്വം. അവനെ വിസ്തരിക്കുമ്പോൾ അവൻ കുറ്റക്കാരൻ തെളിയട്ടെ. അടുത്തത്, അവന്റെ പ്രാർത്ഥന പാപമായി തീരട്ടെ. അവന്റെ പ്രാർത്ഥന പാപമായി തീരട്ടെ. അവന്റെ നാളുകൾ ചുരുങ്ങിപ്പോകട്ടെ. അവന്റെ നാളുകൾ ചുരുങ്ങിപ്പോകട്ടെ. അവന്റെ സ്ഥാനം മറ്റൊരുത്തൻ ഏൽക്കട്ടെ. അവന്റെ സ്ഥാനം മറ്റൊരുത്തൻ ഏൽക്കട്ടെ. ഏൽക്കട്ടെ. അവന്റെ മക്കൾ ശ്രദ്ധിച്ചേ, അവന്റെ സ്ഥാനം മറ്റൊരുത്തൻ. അപ്പൊ 109 സങ്കീർത്തനം 8-ാമത്തെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് യൂദ ഒഴിഞ്ഞുപോയ സ്ഥാനത്തേക്ക് മത്തിയെടുത്തത്. അപ്പോൾ സങ്കീർത്തനത്തിന് പ്രാധാന്യമുണ്ടെന്നായി പറഞ്ഞു. യാതൊരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തവന്മാര് മൈക്ക് കിട്ടുമ്പം ചുമ്മാ കയറി പറയും സങ്കീർത്തനം പറിച്ചു കീറി പെണ്ണമ്മ. ഉടനെ പെണ്ണമ്മ കീറി ഗ്ലോറി. ഉമ്മായിരിക്കുന്ന ബേബിയോടും പറയും അച്ഛൻ കീറച്ചാൻ ഫാസ്റ്റ് പറഞ്ഞ കണ്ടില്ലോ കീറാൻ. എങ്ങനെയുണ്ട് ഉമ്മ കിടന്ന് നീ ഇളകരുത്. അപ്പൊ ഇത് തിരുവെടുത്ത് അങ്ങനെയാണോ എന്ന് പരിശോധിക്കണം. എന്നിട്ട് തിരുവെടുത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞത് സങ്കീർത്തന പ്രാധാന്യം ഉണ്ടെന്ന് തെളിയിച്ചതാണ്. കർത്താവും എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നടന്നേച്ച് ആ ഓർഡർ പറഞ്ഞപ്പം മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകവും സങ്കീർത്തനവും, അതാ ഓർഡർ. മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകവും സങ്കീർത്തനവും. ആ 39 പുസ്തകത്തെ 17, 5, 17 അങ്ങനെ ആക്കിയാൽ മതി. 17, 5, 17 5-നകത്ത് പെട്ടതാ സങ്കീർത്തനം. സങ്കീർത്തന പുസ്തകവും 5 പുസ്തകമാണ്. 5 പുസ്തകമാണ് സങ്കീർത്തന പുസ്തകങ്ങൾ. അത് മോശയുടെ പഞ്ചഗ്രന്ഥവും സങ്കീർത്തനവുമായിട്ട് വളരെ അടുപ്പമുണ്ടെന്നാണ് പറയുന്നത്. ഈ 5 പുസ്തകവും സാധാരണ പറയുന്നത് ഒറ്റ വാക്ക് പറഞ്ഞാൽ ദാവീദിന്റെ പുസ്തകങ്ങളെന്നാണ്. പക്ഷെ പലരും എഴുതിയിട്ടുണ്ട്. കാരണം കൂടുതലും എഴുതിയത് ദാവീദായതുകൊണ്ട് ദാവീദിന്റെ പുസ്തകം അങ്ങനെയല്ലയോ. ചിലര് പുസ്തകം എഴുതുന്നത് മറ്റുള്ളവരായി എഴുതുന്നത്, എന്നാലും പേര് മിണ്ടുന്നില്ല. അയ്യോ നിങ്ങൾക്കറിയാൻ മേലേ ആശയമൊക്കെ പുള്ളിയുടേതാ. എന്നിട്ട് എഴുതുന്നത് ബൈബിൾ സ്കൂളിലെ പിള്ളേരെ കൊണ്ട് ആ പുസ്തകം ചിലർ എഴുതിപ്പോ ഉമ്മാരെഴുതി ഊപ്പാട് വരിക. പക്ഷെ പേര് വരുമ്പോ മിണ്ടുന്നില്ല. എഴുതുന്നത് വേറെയാണ്. എനിക്കറിയാം, ഒരു സഹോദരനെ കൊണ്ട് ഒരാൾ ഇരുത്തി എഴുതിപ്പിച്ചു. ഞാനെപ്പോ പുള്ളിയെ വിളിച്ചാലും പറയും എഴുതാം. എന്നെ അയ്യോ അപ്പച്ചന്റെ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുക. എഴുതി തീർന്നപ്പം പേരാരുടെയാ? അപ്പച്ചന്റെ. പിന്നെ ഒരു അപ്പച്ചൻ കുറച്ച് ചൊവ്വുള്ള അപ്പച്ചനായതുകൊണ്ട് ഒരു വാചകം എഴുതി ഈ പുസ്തകം എഴുതി തീർക്കുവാൻ എന്നെ കൂടുതൽ സഹായിച്ച ചില വ്യക്തിജീവിതങ്ങളുണ്ട്. അവരുടെ പേരും താഴോട്ട് കട്ടൻ കൊടുത്ത കൂടെ കട്ടൻ കൊടുത്ത മേരി അങ്ങനെ എഴുതിയിട്ടില്ല. അച്ചടിക്കാൻ പൈസ കൊടുത്ത USA അവറാച്ചൻ അങ്ങനെ കൃത്യമായിട്ട് എഴുതിയിട്ടില്ലെങ്കിലും പേര് വരുമ്പോൾ നമുക്കറിയാം. പക്ഷെ ഫോട്ടോയും പേരുമല്ല അപ്പച്ചൻ്റെയാ എന്ന് പറഞ്ഞ പോലെ ഈ പുസ്തകം കൂടുതലും ദാവീദ് എഴുതിയതാ. അതുകൊണ്ട് ദാവീദിന്റെ പുസ്തകങ്ങൾ എന്നാ പറയുന്നത്. മാത്രമല്ല ഇത് 5 പുസ്തകമായിട്ടാ തരം തിരിച്ചിരിക്കുന്നത്. 5 പുസ്തകം. ഒന്നാമത്തെ പുസ്തകം ആ 42-ാമത്തെ പുസ്തകത്തിന്റെ ഹെഡിങ് ഒന്ന് വായിച്ചേ. സങ്കീർത്തനം 42-ന്റെ ഹെഡിങ് പെട്ടെന്ന് വായിച്ചേ. സംഗീത പ്രമാണിക്ക് കോരഹോത്രന്മാരുടെ ഒരു ധ്യാനം. അപ്പൊ ഒന്നാമത്തെ പുസ്തകം ഈ 13-41 വരെയുള്ള പുസ്തകങ്ങളാണ്. ഒന്നാമത്തെ സങ്കീർത്തനം മുതൽ 41 വരെയുള്ള പുസ്തകങ്ങളാണ്. 42 അവിടെ എഴുതിയിരിക്കുന്ന 2-ാം പുസ്തകമാണ്. അല്ലയോ മോനെ? അതെ. അതിന്റെ ഹെഡിങ് ഒന്ന് വായിച്ചേ. 2-ാം പുസ്തകം. 2-ാമത്തെ പുസ്തകം. ദൈവത്തിന് സ്തോത്രം. 2-ാം പുസ്തകം തീരുന്നത് 72-ാമത്തെ സങ്കീർത്തനം ത്തോടുകൂടിയ. വായിച്ചേ. 73-ന്റെ 1. 3-ാം പുസ്തകം. എല്ലാം ഞാൻ എടുപ്പിക്കുന്നില്ല, നേരമില്ലാത്ത കൊണ്ടാണ്. നിങ്ങൾ പിന്നീട് ചിന്തിച്ചു.
പിന്നീട് ചിന്തിച്ചാൽ മതി. 3-ാം പുസ്തകം അങ്ങനല്ലേ? അതെ. അങ്ങനല്ലയോ മോനെ? അതെ അതെ. 3-ാം പുസ്തകം. ഇനി 4-ാം പുസ്തകം എവിടാ? വല്ല നിശ്ചയം ഉണ്ടോ? 90-ാം സങ്കീർത്തനത്തിന്റെ ഹെഡിങ് പുസ്തകം. 4-ാം പുസ്തകം. ദൈവപുരുഷനായ മോശയുടെ ഒരു ദൈവ പുരുഷനായ മോശയുടെ ഒരു പ്രാർത്ഥന. മോശയുടെ ഒരു പ്രാർത്ഥന. ഇനി 5-ാം പുസ്തകം 107 മുതല 107ന്റെ ഹെഡിങ് 5-ാം പുസ്തകം. 5-ാം പുസ്തകം. അപ്പം 5 പുസ്തകമായിട്ടായി 180 സങ്കീർത്തനങ്ങൾ തരം തിരിച്ചിരിക്കുന്നത്. 5 പുസ്തകം. ഈ പുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഓരോ പുസ്തകവും തീരുമ്പോൾ ഓരോ ആശീർവാദമുണ്ട്. ഓരോ പുസ്തകവും തീരുമ്പോൾ ഓരോ ആശീർവാദം. 1-ാം പുസ്തകത്തിന്റെ ഒടുവിലത്തെ വാക്യമായിരുന്നു ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ ആമേൻ. ആശീർവാദമാണ്. 2-ാം പുസ്തകത്തിന്റെ ഒടുവിലത്തെ വാക്യം വായിച്ചേ. ആശീർവാദമാണ്. ചുമ്മാ ഇരിക്കും. ഇശായി പുത്രനായ ദാവീദിന്റെ പ്രാർത്ഥനകൾ അവസാനിച്ചിരിക്കുന്നു. ആശീർവാദമാണ്. അതിന്റെ 2 വാക്യം ഒന്ന് വായിച്ചേ. 2 വാക്യം വായിച്ചു. അവന്റെ മഹത്വമുള്ള നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭൂമി മുഴുവനും അവന്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. ആമേൻ 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 ആമേൻ. ആശീർവാദമാണ്. ഇനി 3-ാം പുസ്തകത്തിന്റെ ആശീർവാദം ഒടുവിൽ വായിച്ചേ. യഹോവേ നിന്റെ ശത്രുക്കൾ നിന്ദിക്കുന്നുവല്ലോ, അവർ നിന്റെ അഭിഷേകത്തിന്റെ കാലടികളെ നിന്ദിക്കുന്നു. യഹോവ എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ. ആശീർവാദമാണ്. 4-ാം പുസ്തകത്തിന്റെ ഒടുവിൽ വായിച്ചേ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജനമെല്ലാം ആമേൻ എന്ന് പറയട്ടെ. 3 പുസ്തകത്തിൽ അവിടുന്ന് ആമേൻ പറഞ്ഞു. നിങ്ങൾ പറ ആമേന്. മിക്കവാറും. അപ്പൊ ഈ പുസ്തകം മുഴുവൻ പഠിച്ചാൽ ഇത് മുഴുവൻ ആശീർവാദ പുസ്തകങ്ങളാണ്. 5 പുസ്തകമാണ് സങ്കീർത്തനം. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഈ സങ്കീർത്തനം വളരെ പ്രയോജനമാണ്. ഏത് വ്യക്തികൾക്കും വായിക്കാവുന്നതാണ് സങ്കീർത്തനം. അതെ, ആർക്കും വായിക്കാം. ഏത് തുറകളിൽപ്പെട്ടവർക്കും ആശ്വാസം കൊടുക്കുന്ന പുസ്തകമാണ് സങ്കീർത്തനം. ഒരു രോഗി വരട്ടെ, ഇതിനകത്തെ വാക്യം ആശ്വാസമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടും ഞെരുക്കത്തോടെ ഒരാൾ വന്നിരിക്കട്ടെ, സങ്കീർത്തന പുസ്തകം ആശ്വാസമാണ്. മനപ്പീഡകളാൽ വലകുന്ന ആരേലും വരട്ടെ, ഈ പുസ്തകം ആശ്വാസമാണ്. നാട്ടുകാർ മുഴുവൻ എതിരാ, ആരുമില്ല സഹായത്തിന്, അങ്ങനെയുള്ളൊരു വരട്ടെ, കേൾക്കട്ടെ, ആശ്വാസമായി പുസ്തകം. അത്യാസന്ന നിലയിൽ കിടക്കുന്ന ഒരു വ്യക്തി ഈ പുസ്തകം വായിച്ച ആശ്വാസമാണ്. മരണഭാഷങ്ങൾ തന്നെ വലിയ ആശ്വാസമാണ്. സ്തോത്രം. കഷ്ടതയുടെ തീച്ചൂളയ്ക്ക് കൂടെ പോകുന്ന ഒരു വ്യക്തി വരട്ടെ, ഈ പുസ്തകം ആശ്വാസമാണ്. മറ്റു പുസ്തകങ്ങളൊന്നും അത്രയും പ്രയോജനം വരികയില്ല. ഇതാ ആശ്വാസം. ശരീരമെല്ലാം ക്ഷീണിച്ച് ആകെ പരുവക്കേടായി, കേൾക്കട്ടെ, ആശ്വാസം. അതെ, ആശ്വാസമാണ്. അങ്ങനെ രാജാക്കന്മാർ വായിച്ചാലും അവർക്കും ആശ്വാസമാണ്. ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിന്റെ ഏത് തുറകളിൽപ്പെട്ടവർക്കും ആശ്വാസവും ധൈര്യവും പ്രത്യാശയും കൊടുക്കുവാൻ കഴിവുള്ള പുസ്തകമാണ് സങ്കീർത്തന പുസ്തകം. 150 സങ്കീർത്തനം 5 പുസ്തകങ്ങളായിട്ട് ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ സങ്കീർത്തനം എഴുതിയത് ദൈവത്തിന്റെ ദാസനാകുന്ന ദാവീദ. ഞാൻ ഇങ്ങനെ സങ്കീർത്തനത്തെ പറ്റി പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു പോകും. നിങ്ങൾ കേട്ടിരിക്കുകയും ചെയ്യും ചിലര്. എന്നാൽ പോകാൻ നേരത്ത് നിങ്ങൾ പറയും, ഓ ഇന്ന് വലിയ കാര്യമായിട്ട് പുള്ളി ഒന്നും പറഞ്ഞില്ല സങ്കീർത്തനത്തെ പറ്റി. ഇതാർക്കും അറിയാൻ മേലാത്ത. ആഴ്ചയിലും പാസ്റ്റർമാർ 12:30 ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം പോലെ നിൽക്കുകയല്ലേ സങ്കീർത്തനം എടുത്തോണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം അറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ അധികം വിവരിക്കുന്നില്ല. അങ്ങനെയുള്ള ഈ സങ്കീർത്തന പുസ്തകത്തിലെ 91-ാം സങ്കീർത്തനം 10-ാമത്തെ തിരുവെടുത്ത ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. ഒരിക്കൽ കൂടി ആ വേദഭാഗം ഒന്ന് വായിച്ചാട്ടെ. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. എന്നാൽ ഈ സങ്കീർത്തനത്തിലെ പ്രധാനപ്പെട്ട വിഷയം, 180 സങ്കീർത്തനത്തിലെയും പ്രധാന വിഷയം എന്നാണെന്നറിയാമോ? നസറയനാകുന്ന യേശു ക്രിസ്തു. ദൈവത്തിന് മഹത്വം. ഓരോ വിശേഷിച്ച് ചില സങ്കീർത്തനങ്ങൾ മശികയ്ക്ക് സങ്കീർത്തനം തന്നെയാണ്. മിശിഹായെ പറ്റിയാ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആമേൻ. മാത്രമാണോ നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടന്നപ്പോൾ ആ വാചകം തന്നെ 22-ാം സങ്കീർത്തനമാ. എന്റെ ദൈവമേ എന്നെ
കൈവിട്ടതുണ്ട്. അപ്പോൾ ഇത് സങ്കീർത്തനത്തിൽ സിംഹഭാഗവം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഭാഗങ്ങളാണ്. അല്ല, സങ്കീർത്തനം മാത്രമല്ല, ഈ പുസ്തകത്തിന്റെ മുഴുവൻ അധ്യായത്തിൽ കൂടെ കയറിക്കെ, മുഴുവൻ പുസ്തകങ്ങളിൽ കൂടി കയറിക്കെ, ഒളിഞ്ഞും തെളിഞ്ഞും അവൻ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒക്കെ നിൽക്കുന്ന വ്യക്തിപ്രഭാവം മറ്റാരുമല്ല, നസറയനാകുന്ന യേശു ക്രിസ്തുവാ. ആ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. കച്ച കെട്ടിയവനായി, ചുട്ടുപടിപ്പിച്ച വെള്ളോടിന് സദൃശ്യമുള്ള പാദമുള്ളവനായി ഇന്ന് രാത്രി നസറായി നമ്മുടെ നടുവിൽ കൂടെ നടകൊണ്ടുകൊണ്ടിരിക്കുക. അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക. നടുവിൽ നടക്കും രാജരാജൻ വരുന്നു, വാനമേക്ക് പറന്നു പോവാൻ ഒരുങ്ങി നിന്നിടാ. മാറിടാത്തവൻ സത്യവാ, മാറിടാത്തവൻ. ഇവിടെ നിങ്ങൾ ചുമ്മാരിക്കരുത്. ഈ പാട്ട് നിങ്ങൾക്ക് അറിയാൻ മേലേ? പാട്. ഇതും അറിയാൻ മേലേ? ഈ പാട്ട് അറിയത്തില്ലേ മോനെ? പാടാൻ പറ്റത്തില്ല, പിച്ച് അല്ലേ? അതാ. എന്നാ നിങ്ങളുടെ പിച്ച് പാടാ പാട്ട്. ഞാൻ വെള്ളം കുടിക്കാം. പാട്. ഇന്നത്തേക്കാ വാസു തന്നെയല്ലേ എല്ലാം ഒപ്പിച്ചോണ്ട് വരുന്നല്ലേ? അതാ. ഞാൻ ഇച്ചിരി താത്ത് പാടാവോ? നടുവിൽ നടക്കും രാജരാജൻ വരുന്നു വേഗം നമ്മേക്ക് പറന്നു പോവാൻ. അതും പാടാം അല്ലേ? ഓ എന്നാ പറ്റി? എന്നാ ഞാൻ തന്നെ പാടാം. പണ്ട് പഴമക്കാരുമല്ല, കടിച്ചവൻ തന്നെ വിഷം എടുക്കണമെന്ന് പറഞ്ഞ പോലെ ഞാൻ തന്നെ എടുക്കാം. നടുവിൽ നടക്കും രാജരാജൻ വരുന്നു വേഗ വാനമേക്ക് പറന്നു പോവാൻ ഒരുങ്ങി നിന്നിടാ. മാറിടാത്തവൻ സത്യവാ, മാറിടാത്തവൻ സത്യവാ. നിത്യജീവൻ പകർന്നെന്നിൽ നിത്യസ്നേഹം തന്നുവല്ലോ. നിത്യജീവൻ പകർന്നെന്നിൽ നിത്യസ്നേഹം തന്നുവല്ലോ. സ്തോത്രം അർപ്പിക്കുന്നു ഞാൻ, സ്തോത്രഗാനം. മതി 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 മതി. സങ്കീർത്തന നമ്മുടെ വിഷയ സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: സമാധാന ദാക്ഷിയോടുകൂടെ പ്രാർത്ഥിക്കുന്നത് എനിക്ക് മതി മതി മതി. അതുകൊണ്ട് ഞാനും മതി. അങ്ങനല്ലേ വാക്യം? മതി. ഇന്നാളൊരാൾ പറഞ്ഞു, ഇയാളെ പ്രസംഗിക്കാൻ വിളിച്ചാൽ പ്രസംഗിച്ചേച്ച് പോയാൽ മതി, കാണാൻ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഇയാൾ കയറി പാടുവൊന്നും വേണ്ട. ഒരുത്തൻ എന്നോട് പറഞ്ഞതാണ്. എല്ലാം വലിയ നിയന്ത്രണങ്ങളാണ്. ദൈവത്തിന് മഹത്വം ആട്ടെ. അപ്പൊ ഈ സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ദൈവത്തിന് മഹത്വം. ഇതിലെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞു നിൽക്കുന്ന വ്യക്തി പ്രഭാവം നസറയനാകുന്ന യേശു ക്രിസ്തുവാണ്. എല്ലാവരിലും ശ്രേഷ്ഠൻ, എല്ലാവരിലും ഉന്നതൻ, എല്ലാവരിലും മഹിമയുള്ളവൻ ആ ക്രിസ്തുവേശുവിനെ അതിനകത്ത് വെളിപ്പെടുത്തുന്നത്. അതെ, നമ്മൾ ഇന്ന് രാത്രി 91 സങ്കീർത്തനമാണ് വായിച്ചത്. ഞാൻ ഓർമ്മിച്ചല്ലോ, അതിന്റെ തൊട്ട് പുറകെ കിടക്കുന്ന സങ്കീർത്തനം 90 ആരാ എഴുതിയത്? ഹെഡിങ്ങിലുണ്ട്, മോനെ വായിച്ചേ. ബാക്കിയൊക്കെ നന്നായിട്ട് വായിക്കുന്നതിന് അഭിനന്ദിക്കുന്നു. 90ന്റെ ഹെഡിങ് വായില്. ദൈവപുരുഷനായ മോശയുടെ ഒരു പ്രാർത്ഥന. ദൈവപുരുഷനായ മോശയുടെ ഒരു പ്രാർത്ഥന. അതാ 90 സങ്കീർത്തനം. പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശയുടെ വിലപ്പെട്ട പ്രാർത്ഥനയാ 90 സങ്കീർത്തനം. തന്റെ ജ്യേഷ്ഠനാകുന്ന അഹരോൻ ഹോർ പർവ്വതത്തിൽ വീണു മരിച്ചു. എടുത്ത് എലയാസനെ ധരിപ്പിച്ചു. എലയാസനെ ശുശ്രൂഷയ്ക്കാക്കി അഹരോനെ അടക്കി. ഇസ്രായേൽ മക്കളെല്ലാം വിലപിച്ച് ഭാരപ്പെട്ടപ്പോൾ ദുഃഖത്തിലും പ്രയാസത്തിലും ഇരിക്കുന്ന ഇസ്രായേൽ ജനതകളെ പ്രത്യാശയുടെ കൊടുമുടിയിലേക്ക് കരപിടിച്ച് കയറ്റുവാൻ പ്രാർത്ഥിച്ച ശ്രേഷ്ഠമേറിയ പ്രാർത്ഥനയാ 90 സങ്കീർത്തനം. തൊട്ട് കൈക്ക് കൊടുത്തിരിക്കുക. അവൻ ദുഃഖിക്കരുത്, നിരാശപ്പെട്ടു പോകരുത്, ഭാരപ്പെടരുത്, നമുക്കൊരു ദൈവം ഉണ്ടെന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. അതാ തൊട്ട് കൈക്ക് കൊടുത്തിരിക്കുന്നത്. നിങ്ങളിങ്ങനെ നെഞ്ച തലയ്ക്കുകയും കരയുകയൊന്നും ചെയ്യരുത്. പണ്ടൊക്കെ അങ്ങനെ മരണ വീടില്ല, എന്തോ അല്ലപ്പാ ദുഃഖമാ.
ഞങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടായിരുന്നു, ഇവിടെ ഉണ്ടോ എന്നറിയത്തില്ല, തള്ളമാരൊക്കെ ഒരു മുറിക്കകത്ത് കിടന്നങ്ങ് പാടിക്കരയുക. അതിന് ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞ എണ്ണിക്കെട്ടും പദം പൊറുക്ക് വന്ന റോസമ്മാമ കേട്ടിട്ടുണ്ടോ? ഓ മാമ ഇപ്പം അമേരിക്ക ആയതുകൊണ്ട് ഇതൊന്നും ഉണ്ട്. ഭാവിച്ചാൻ കേട്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങളാരും ഒന്നും കേട്ടിട്ടില്ല. നിങ്ങൾ പാടിക്കരയും കേട്ടിട്ടില്ലേ? ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. പഴയ അമ്മമാര് സങ്കടം കൊണ്ടാ. അപ്പൊ ഈ പാടി കരയുന്ന എന്നാന്ന് ചോദിച്ചാൽ ഈ മരിച്ചു കിടക്കുന്ന വ്യക്തി പറഞ്ഞതും ചിന്തിച്ചതും പ്രവർത്തിച്ചതുമുള്ള കാര്യങ്ങളാ. പിന്നെ അത് ചില അമ്മമാരുണ്ട് നല്ല ട്യൂണാ. ഇത് കേൾക്കാൻ തന്നെ ആ ജനലെ പിടിച്ചുകൊണ്ട് മറ്റു പെണ്ണുങ്ങളെല്ലാം അവിടെ പോയി നിൽക്കും, ചെല്ലവിടെ ഇരിക്കും. ഇനി രണ്ട്, ഈ പാടി കരയ്ക്കുമ്പോൾ ആ പല വിഷയങ്ങളും വെളിപ്പെടുന്നത്. അതെ, കേട്ടിട്ടില്ലേ? അയ്യോ, അപ്പൊ ഈ പെണ്ണുങ്ങളൊക്കെ ഒത്തിരി ഇരിക്കുമല്ലോ. ഇരിക്കുമ്പോൾ പഴയ അമ്മമാരൊക്കെ പാടിക്കറിയാം. അപ്പം മരുമകൾ ചിലപ്പോൾ കരി, ഞാനത് അതുപോലെ ഒക്കത്തില്ലെങ്കിലും നോക്കട്ടെ. അപ്പം യോ മിനിഞ്ഞാന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഒരു കൂടി ചോറ് മേടിച്ചുണ്ടേച്ച് പോയതാണേ. അപ്പൊ നാട്ടുകാർക്ക് മനസ്സിലായി, അയ്യോ മിനിഞ്ഞാന്ന് പുള്ളി അവിടെ ഇങ്ങനെ. ഇത്ര മതിയല്ലോ, ഇനിയും പാടണോ? വേണ്ട അല്ല, അങ്ങനെ ഒത്തിരി തെളിയും. അപ്പൊ അതിനെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പഴയ ആൾക്കാരെ വന്ന് എണ്ണിക്കെട്ടും പദം പെറുക്കും വന്ന പദം പെറുക്കും എന്ന് പറഞ്ഞ ഓരോ പദങ്ങള് പെറുക്കി അത് ദുഃഖമുള്ളവരാ, ദുഃഖത്തിലാ. അത് പക്ഷെ നല്ല ട്യൂണിൽ പാടുന്ന അമ്മമാരുണ്ട്, കരഞ്ഞോണ്ട് പാടും. അത് കേൾക്കാനായിട്ട് തന്നെ ഡെഡ് ബോഡി എടുത്ത് ചിതയിലോട്ട് വെക്കുവോ അല്ലെങ്കിൽ കുഴിക്കരയെ കൊണ്ടുപോയാലും ചിലര് പോകുകയല്ല, അവരിവിടെ നിൽക്കുക. അപ്പൊ അന്നത്തെ രീതികളൊക്കെ പഴയ ആൾക്കാരിലെ മിക്കതിനും പ്രത്യാശമൊന്നുമില്ല. ഡെഡ് ബോഡി എടുക്കുമ്പം ഈ വാഴ വെട്ടിയിടും പോലെ മിക്കതും കള്ളത്തരവാ. കൊത്തുന്ന ഉടനെ മൊന്തയ്ക്കകത്തോ കിണ്ടിക്കകത്തോ വെള്ളം കൊണ്ടുവന്ന് കുടഞ്ഞ് രണ്ടുപേർ ചുമ്മാതാണ്. ചിലര്, എല്ലാവരും അല്ല, എന്നിട്ട് അകത്ത് കൊണ്ടുപോയിട്ട് കഴിയുമ്പോൾ ഇതുങ്ങളിങ്ങനെ കരച്ചിലും പാട്ടുവാ. അപ്പൊ എല്ലാവരും ഇങ്ങനെ കേട്ട് നിൽക്കും. നല്ല രസമാ കേൾക്കാൻ. കുഞ്ഞിലെ ഞാൻ പോയി കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്ര തിട്ടം. എന്ന് പറഞ്ഞതുപോലെ ഇസ്രായേലിന്റെ പ്രഥമ മഹാപുരോഹിതനാകുന്ന അഹരോൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കൾ മുഴുവൻ വിലപിച്ചു കരഞ്ഞു. വിലാപകാലമാണ്. ഇവരിങ്ങനെ കരഞ്ഞു വിലപിച്ചപ്പോൾ അഹരോന്റെ അനുജനാകുന്ന പടയനിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന ഈ ഭാരപ്പെട്ട് കരഞ്ഞ് വിലപിക്കുന്നവരോട് പറയാം, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കടന്ന് അലയ്ക്കുന്നത്? എന്തിനാ അലയ്ക്കുന്നത്? നിങ്ങൾ പ്രത്യാശയോടിരിക്കുക. കാരണം എന്നാണെന്നറിയാമോ? നമുക്കൊരു ദൈവമുണ്ട്. അഹരോൻ പോയെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട. അഹരോനെ ദൈവമാ എടുത്തത്. അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. നമുക്കൊരു ദൈവമുണ്ട്. അതല്ലേ തൊടുകൈക്ക് വായിക്കുന്നത്. വായിച്ചേ മോനെ, ഒന്നാം വാക്യമായിരേ. കർത്താവേ നീ തലമുറയായി, കർത്താവേ നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിന് നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പ് നീ അനാദിയായും വിശ്വാസമായി ഞങ്ങളുടെ ദൈവമാകുന്നു. ഞങ്ങൾക്കൊരു ദൈവമുണ്ടെന്ന്, നമുക്കൊരു ദൈവമുണ്ട്. നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്, പതറിപ്പോകരുത്, ചഞ്ചലിക്കരുത്. നമുക്കൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, നിങ്ങളോടും പറയാനുള്ള സന്ദേശമില്ല. നമുക്കൊരു ദൈവമുണ്ട്. അത് മറ്റാരുമല്ല, അത് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തു. തീത്തോസിന്റെ ലേഖനം 2-ാമത്തെ പൗലോസ് സ്പഷ്ടമായി പറയുക, സകല മനുഷ്യർക്ക് രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു. ഇന്ന് രാത്രി നിരാശപ്പെട്ടു പോകരുത്, പതറരുത്, ചഞ്ചലിക്കരുത്, വ്യാകുലപ്പെട്ടു പോകരുത്. നമുക്കൊരു ദൈവമുണ്ട്. ജീവനുള്ള ദൈവം, ജീവിക്കുന്ന ദൈവം, സത്യദൈവം, ഏകദൈവം, നിത്യദൈവം, സാക്ഷാൽ ദൈവം. നമുക്കൊരു ദൈവമുണ്ട്. അതായത് 90-ാം സങ്കീർത്തനം. പിന്നെ ജീവിതത്തിന്റെ നൈമിഷികതയും ക്ഷണികതയൊക്കെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇടയ്ക്ക് പറഞ്ഞു, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ എന്നും ചോദിക്കണം. കർത്താവേ, ഞാനിനി എത്ര ദിവസം ഇവിടെ കാണുമെന്നൊക്കെ ചോദിക്കണം. ചിലതിന്റെ ഇരിപ്പ് കണ്ടിട്ട് പരുവക്കേടാ മിക്കവാറും. പിന്നെ ഞാനിവിടെ വന്നപ്പോൾ മുതൽ നോക്കി, മിക്കതും പരുവക്കേടായി. അപ്പൊ അതുകൊണ്ട് ഇന്ന് രാത്രി ഒന്ന് ചോദിച്ചു, നീ എത്ര നാളുണ്ടെന്ന്.
അങ്ങനെയൊക്കെ ചോദിച്ചാൽ കൃത്യം ഡേറ്റ് ചിലപ്പം കിട്ടിയില്ലെങ്കിൽ ഏകദേശം ഒരു പിന്നെ വരും, ഏകദേശം വരും. എൻ്റെ ഭാഷ പറഞ്ഞ മരണത്തിൻ്റെ മണവടിക്കും, ചെറിയ മണവടിക്കും. ആ മണവടി കിട്ടുമ്പം ചില കാര്യമൊക്കെ ക്രമീകരിച്ചോണം. വില്ലേജിൽ പോയി ആധാരമെല്ലാം ക്ലിയർ ആക്കണം. കരമടയ്ക്കാനുണ്ടെങ്കിൽ മിണ്ടുകയല്ല, കരമടയ്ക്കണം. അതിലൊക്കെ തിരിച്ചിട്ട് പിള്ളേർ അപ്പുറത്തുകാരുമായിട്ട് കിടന്ന് അടിയുണ്ടാക്കും. നാശോപ്പിച്ച് വെക്കരുത്. ആർക്കൊക്കെ വല്ലതും കൊടുക്കാനുണ്ട് അത് ഡയറിയിൽ എഴുതി വെക്കണം. കിട്ടാനുണ്ടെങ്കിൽ അതും എഴുതി വെക്കണം. ആരോടെങ്കിലും പിണങ്ങിയിരിക്കുകയാണെങ്കിൽ അവിടെ പോയി ക്ഷമ ചോദിക്കണം. തെറ്റിപ്പോയി ക്ഷമിക്കണം. അവർ ചോദിക്കുക എന്നെ അപേക്ഷ അത് ചെറിയ മണം അടിക്കുന്നുണ്ടെന്ന് പറയാം. കാര്യമൊക്കെ പറഞ്ഞ് അല്ല ചുമ്മാ നീ അങ്ങായിരിക്കും തീർന്ന് അങ്ങനൊന്നും തീരരുത്. ഞാൻ ശ്രദ്ധിച്ചു മിക്കതും പരുവക്കേടാ. സ്തോത്രം ആണമ്മേ, പരുവക്കേടാ ഞാൻ കണ്ടു. ഇനി ലക്ഷണം കാണുമ്പോൾ അറിയാം. കാരണം തുള്ളനിടഞ്ഞ് നടക്കുന്ന രോചനക്കുരു ഫലിക്കാതെ വരും, ബദാം വൃക്ഷം പൂക്കതൊക്കെ ഞാൻ കണ്ട് പൂത്തിരിക്കുന്നത്. അല്ല പിന്നെ പൂത്തതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക, എന്നാലും പൂത്തതാ. അപ്പൊ ഇതിന്റെ എല്ലാം ലക്ഷണം എന്നാന്ന് ചോദിച്ചാൽ നീ പോകാറായി എന്നുള്ളതാണ്. അതുകൊണ്ട് അതിന് മുമ്പ് കാര്യങ്ങളെല്ലാം ഒന്ന് ക്രമീകരിക്കണം. വേണം. നോമിനി വല്ലതും വെക്കുന്നുണ്ടെങ്കിൽ അത് വെക്കണം. തിരുവല്ല കുമ്പനാടൊക്കെ പേര് വെക്കാഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് കെട്ടിക്കിടക്കുക. ഇനി ഗവൺമെന്റ് എടുക്കുമായിരിക്കും. ഞാനുടെ നോമിനി വെച്ചില്ല, സഭയ്ക്ക് എഴുതി വെച്ച് പോകും. എൻ്റെ കാലശേഷം പറ അങ്ങനെയും നീ ഗുണം പിടിപ്പിച്ചു പോകും. ഇത് ഇങ്ങനെ അങ്ങ് ആർത്ത് കയറിയിട്ട് ആരുടെയും പേര് വെക്കുകയല്ല. പണ്ട് വല്യപ്പൻ ചോദിച്ചു കൊച്ചുമോളോട്, നിന്റെ കാലം കഴിഞ്ഞ് കഴിഞ്ഞ് എനിക്ക് കട്ടം തരുന്നത് ആരാണ്? അയാൾക്ക് 90 കൊച്ചിന് 12 വയസ്സേ ആയോളൂ. പുള്ളിക്ക് അതാ ടെൻഷൻ. നിന്റെ കാലം കഴിഞ്ഞാൽ എനിക്ക് കട്ടം തരുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോകാൻ ഒരു താല്പര്യവും. നന്നായി വാണിടാം എന്നാളും എന്നും നീയോർക്കാതെ മണ്ണായി മാറും അഴകേറും നിന്മൈ. മണ്ണായി മാറും അഴകേറും നിന്മൈ നിർണയമൊരു നാളിൽ നീയതു മറക്കാതെ ആനന്ദമേറും നിൻ ജീവ. ഇതുള്ളത് കൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ശ്രദ്ധിക്കുക, മരണത്തിന്റെ മണവടിക്കും. ഇസഹാക്ക് മരണത്തിന്റെ മണവടിച്ചപ്പോൾ ഏശാവിനെ വിളിച്ചു പറഞ്ഞു, മോനെ ചാകാറായി. ചാകുന്നതിന് മുന്നേ അപ്പച്ചനെ ആഗ്രഹം, നീ നിന്റെ ആയുധമാകുന്ന വില്ലും പൊടിയും എടുത്ത് മനത്തിപ്പോയി വേണ്ട തേടി എനിക്ക് ഇഷ്ടവും രുചികരമായ ഭോജനം കൊണ്ടുവന്ന് തന്ന് അത് തിന്ന് ഞാൻ നിന്നെ ഒന്ന് മണവടിക്കുക. പുള്ളിക്ക് മണവടിച്ചപ്പം വല്ലതും കഴിച്ചേച്ചി ആകണമെന്ന്. അത് നല്ല കാര്യമാണ്. പിന്നെ കഞ്ഞിയും വെള്ളവും കുടിക്കാതെ ചാകുന്ന എത്ര എണ്ണമുണ്ട്? ഇഷ്ടം പോലെ ഉണ്ട്. 5 ഏക്കർ റബ്ബർ തോട്ടം, ഫ്രിഡ്ജിനകത്ത് ഇഷ്ടം പോലെ സാധനം, ഫിക്സഡ് പൈസ ഇഷ്ടം പോലെ. ഒരു നല്ല കൂട്ടാൻ കൂട്ടിയവൻ ഇന്ന് വരെ കഞ്ഞി കുടിച്ചിട്ടില്ല. പിന്നെ ആകെ കൂടി ഇവൻ കഴിക്കുന്നത് കല്യാണത്തിന് പോകും. ഒറ്റ കല്യാണം വിടുകയില്ല. എങ്ങനെയുണ്ട്? വീട്ടിലിറണം നല്ല ജോവിനെ മേടിച്ച് എന്തായാലും പറ. അതേസമയം ചിലതിനെ എനിക്കറിയാം, നല്ല അന്തസ്സായിട്ട് ജീവിക്കുക. വലിയ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഒന്നുമില്ല. നല്ല ആണുങ്ങളെ പോലെ അന്തസ്സായിട്ട്. പിന്നെ ചിലരുണ്ട് വീട്ടിലൊന്നും ചെയ്തില്ല, പക്ഷെ അവർ വീട്ടു പ്രാർത്ഥന മുടക്കുകയല്ല. എന്നാന്ന് വീട് കിട്ടിക്കാണും. നമ്മളവർക്കും പ്രാർത്ഥനയോടുള്ള താല്പര്യം കൊണ്ട് ഉപവാസ പ്രാർത്ഥനയ്ക്ക് കാണത്തുമില്ല. അങ്ങനെയുള്ള ധാരാളം ആൾക്കാരും ബിരുദന്മാരുണ്ട്. അപ്പൊ ഇസഹാക്കിനെ വല്ലതും കഴിച്ചൊന്ന് മരിക്കണം. അതുകൊണ്ടാ ഏശാവിനോട് പറഞ്ഞു മണമടിച്ചു. യാക്കോബിന് മരണത്തിന്റെ മണമടിച്ചപ്പോ പുള്ളി പറഞ്ഞു, പിള്ളേരെ എല്ലാം വിളിച്ചെല്ലാവരും കൂടി വരാൻ പറഞ്ഞു. ഭാവികാലം സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് കാര്യം പറയാൻ പോകുക. ഓരോ ഗോത്രത്തോടും ഗോത്ര സമുച്ചയത്തോടും സന്തതിയുടെ സന്താനങ്ങളോടും നാളെ നിങ്ങളുടെ കുടുംബത്തിൽ ഗോത്രത്തിൽ തലമുറകളുടെ
സന്തതികളുടെ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള വിഷയം പ്രാർത്ഥിച്ച് കാലേ കുട്ടി കണക്കിട്ട് കാര്യം പറഞ്ഞു വെച്ച് കണ്ണടയ്ക്കാൻ പോവുക, കൂടി വരാൻ പറഞ്ഞു. മരണത്തിന്റെ മണമടിച്ചു. ഇസ്രായേലിന്റെ മധുരഗായകനാകുന്ന ദാവീദിന് മരണത്തിന്റെ മണമടിച്ചു. മണമടിച്ചപ്പോ പുള്ളി മോനെ വിളിച്ചേച്ച് കാര്യം പറഞ്ഞു. മോനെ വായിച്ച 2:1 രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ തിരുവെടുത്ത് വായിച്ച ഇസ്രായേലിന്റെ പ്രഥമ മധുര ഗായകനാകുന്ന ദാവീദ് രാജാവ് മരിക്കാറായപ്പോൾ മരണത്തിന്റെ മണമടിച്ചപ്പോൾ തന്റെ മകൻ ശലോമോനെ വിളിച്ച് പറഞ്ഞ കാര്യം ആ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ ദാവീദിന്റെ മരണകാലം അടുത്തു വന്നപ്പോൾ തന്റെ മകനായ ശലോമോനോട് കൽപ്പിച്ചു തന്നാൽ എന്ന് പറഞ്ഞാൽ മരണസമയത്തും അപ്പനും മോനും ഒരു ധാരണയിലായിരുന്നു. മരിക്കാൻ നേരത്തും പിള്ളേരോട് മിണ്ടാത്ത മൂപ്പിലുണ്ട്. അപ്പൊ ജോയിക്കുട്ടി എനിക്ക് അവനെ കാണണ്ട, എനിക്കറിയാം. ഒരു വല്യപ്പൻ മരിക്കാൻ നേരത്ത് മൂത്ത മോളെ ആള് വിട്ട് എടി അച്ചായൻ വന്ന ഒടുവിലൊന്ന് കാണാൻ മോള് വന്നു. അപ്പം പറഞ്ഞു കൊടുത്തു, അപ്പച്ച മോള് വന്നെന്ന്. പിന്നെ കൂടെ നിന്നവർ പറഞ്ഞു, എടി അപ്പച്ചന് ഇച്ചിരി വെള്ളം കൊടുക്കാൻ, ഇച്ചിരി വെള്ളം കൊടുക്കുക. അവസാനമായിട്ട് അപ്പം പാല് തന്നെയാണ് കൊടുക്കുന്നത്, പാല് സ്പൂണിൽ കൊടുക്കുക. അപ്പം പറഞ്ഞു, അപ്പച്ച അന്നാമ്മ വന്നേക്കുന്നു, വാ പുളിക്ക് വെള്ളം. ഉടനെ അയാൾക്ക് മരിക്കാൻ പോവുക. എന്നല്ല ആൾ കൈ കൊണ്ട് കാണുന്നു കമത്തിയിടാൻ. ബാക്കി ഞാൻ പറയുന്നില്ല, നടന്ന കാര്യമാണ്. കമത്ത് കിട്ടേച്ച് പുള്ളി പറഞ്ഞു ആ വസ്ത്രം താഴെ നിന്നോട്ട് മാറ്റാൻ. അവള് പാലും വെള്ളമായിട്ട് വന്നല്ലേ, ഒഴിച്ചേച്ച് പൊക്കോട്ടെന്ന്. നടന്ന കാര്യമാണ്. അതിന് കാരണം പറയാം. ജീവിച്ചിരുന്നപ്പോ ഈ അപ്പൻ്റെ അടുക്ക പോയൊരു ബിസ്ക്കറ്റ് കൊടുക്കുകയോ മിണ്ടുകയോ വർത്താനം പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. 5 പൈസയ്ക്ക് കൊണ്ടല്ല. ജാകാന്നേരത്ത് അവളെ പാലുമായിട്ട് വന്നിരിക്കുക അപ്പൻ്റെ വായന. അപ്പൻ നല്ല മെടുക്കനായിരുന്നു. അല്ല, അങ്ങനെയുള്ള മക്കളും ഉണ്ട്, അപ്പനും ഉണ്ട്. നീ ജീവിച്ചിരിക്കുമ്പോ ചെയ്യേണ്ടതെല്ലാം ചെയ്യണം. ചാകാൻ നേരത്ത് കുറുക്കുമായിട്ടും പാലുമായിട്ട് വന്നിട്ടൊന്നും വലിയ കടയില്ല. ചത്ത് കഴിയുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച് ഡെഡ് ബോഡിന്റെ മുന്നിൽ ഇരിക്കുക. ഈ ഇരിപ്പ് ജീവിച്ചിരുന്നപ്പോ 10 മിനിറ്റ് പുള്ളിയോട്ടൊക്കെ പോയിരുന്നല്ലോ. നിങ്ങൾ സമാധാനം, നിങ്ങൾ എന്തേലും നിങ്ങളൊന്നും പറയുന്നില്ലല്ലോ. പിന്നെ നിങ്ങൾ കണ്ടിട്ടില്ല, ജീവിച്ചിരിക്കുമ്പം അപ്പനെ അമ്മയെ അന്വേഷിക്കുകയല്ല, പോകത്തുമില്ല, ഒന്ന് കുളിപ്പിക്കാൻ പോലും കൂടുകയല്ല. അമ്മ പ്രായമായിരിക്കുന്ന അമ്മയാ. ഈ പ്രായമുള്ളവർക്ക് കയ്യാലൊന്നും വഴങ്ങി കിട്ടുക. പ്രായമുള്ള അമ്മമാരോടൊക്കെ ചോദിച്ചാൽ പറയും, എൻ്റെ വല്യമ്മച്ചി ഇപ്പോഴും ഉണ്ട് 107. അപ്പൊ ഈ പ്രായമുള്ളവർക്ക് ഈ ദേഹത്തൂടൊക്കെ നൊരയ്ക്കുന്നത് പോലെ തോന്നും. അപ്പൊ അവര് ബാത്റൂമിലോട്ട് അല്ലെങ്കിൽ കുളിക്കാൻ ചെല്ലുമ്പോൾ ചൂടുവെള്ളം അതിന്റെ പാകത്തിന് വെട്ടിത്തിളപ്പിക്കരുത്. 140 ഡിഗ്രി അമ്മച്ചി ഒത്തിരി നാളുകൊണ്ടൊന്ന് കുളിപ്പിക്കണമെന്ന്. വെള്ളം കാഞ്ഞൊന്ന് കൈകിട്ട് നോക്കുമ്പോൾ അറിയാം. ആ പരുവത്തിനടുത്ത് അത് ബാത്റൂമിൽ വെച്ച് ഇഞ്ചയൊക്കെ കാണും. ഇഞ്ച ഇല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ നാട്ടിലായിരുന്ന ഇഞ്ചയ്ക്ക് ഇപ്പോഴല്ലേ ഇഞ്ചയൊക്കെ വാഴയില നന്നായിട്ട് കീറി വെച്ച് കൈ വെച്ചൊന്ന് തിരുമ്മി ഒന്ന് പദം വരുത്തിയേച്ച് അതുകൊണ്ടാണ് തേക്കുന്നത്. തേക്കും പുറമൊക്കെ ഒന്ന് അപ്പോൾ ഇവർക്കൊരു ആശ്വാസമാണ്. കൈ വഴങ്ങുകയല്ല, പ്രായമുള്ളതല്ലേ. അപ്പോൾ അത് തൊണ്ടിട്ട് തേക്കരുത്. അമ്മ കുനിഞ്ഞു നിൽക്കടി. മോളെ ഇന്ന് പൊതിച്ച തേങ്ങാടെ പച്ചത്തൊണ്ട് കിടപ്പുണ്ട്, പപ്പാതി മുറിച്ചോണ്ട് പോകാൻ. നമുക്ക് അമ്മച്ചിനെ ഒന്ന് ഒത്തിരി നാൾ കൊണ്ട് അമ്മച്ചി ഒന്ന് തേക്കണമെന്ന്. ഒറ്റ തേപ്പിന് തൊലി 7 പിന്നെ തേക്കണ്ടല്ലോ. ഇത് ജീവിച്ചിരിക്കുമ്പോഴൊക്കെ ചെയ്യണം. അമ്മയെ ഒന്ന് കുളിപ്പിക്കാൻ, അപ്പച്ചനെ ഒന്ന് കുളിപ്പിക്കാൻ, അവരുടെ ദിനചര്യകളിൽ ഒന്ന് സഹായം ചെയ്യാനൊക്കെ കൂടണം. ഇതൊന്നും കൂടുകയല്ല മിക്ക മരുമക്കള്. എല്ലാവരുടെയും കാര്യമല്ല, മിക്ക മരുമക്കള് എന്ന് വെച്ചാൽ മരിച്ചു മടിക്കുമ്പോ പോലെ കിടക്കുമ്പോ മരുമകള്, മൂത്ത മരുമകള് എത്തിക്കുത്തിയ, മനസ്സിലായല്ലോ? കൂടെ കൂടെ ഇവിടെ എഴുന്നേറ്റ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലേ? എന്തിനാ ഈ പഠിക്കമ്പ് പോലെ കിടക്കാനായിട്ട് ചീ നടിച്ചിട്ട് എന്നെ എടുക്കാനാ? ഈ ചീ നടിച്ചത് ജീവിച്ചിരുന്നപ്പോ ഒന്ന് അടിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ കണ്ടമാനം അടിക്കാം. 4 വശം, അന്ന് 4 വശം അടിക്കേണ്ടത് ഇവിടെ 2 ഭാഗത്തൊന്ന് അടിച്ചാൽ മതിയായിരുന്നു.
ഇത് ചെയ്യാത്ത നീ മരിച്ചു കഴിയുമ്പോ ആ ഇരിപ്പൊക്കെ കാണും. പാട്ടുമൊക്കെ പാടുമ്പോ മുഖം ഞാൻ ചെല്ലുമ്പോഴൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കും കേട്ടോ. കഴിഞ്ഞ ദിവസം ചെന്നപ്പോ തളയ്ക്ക് വെള്ളം കൊടുക്കാത്ത വെള്ളം. പിന്നെ അവിടെ വെച്ച് ചിരിക്കാനൊക്കുവോ? വെറുതെ എന്തിനാ അലോഗ്യം ഒന്നും കൊടുത്ത് പിന്നെ അങ്ങ് അടങ്ങിപ്പോവുക. എൻ്റെ പ്രിയരെ, ജീവിച്ചിരിക്കുമ്പോ ചെയ്യേണ്ടതെല്ലാം ജീവിച്ചിരിക്കുമ്പോ ചെയ്യണം. ചത്ത് കഴിഞ്ഞേച്ച് അരിയും അതും ഇതുമെല്ലാം മാരി നെഞ്ചത്തിട്ടത് കൊണ്ടോ ശോശപ്പയോ വെള്ളത്തുണിയോ കൊണ്ട് നെഞ്ചത്തിട്ടതോ ഒരു ഗുണവുമില്ല. ചത്ത് കഴിയുമ്പോ നാട്ടുകാർക്കല്ല ശാപാട്. നാടുകാർക്കല്ല. മണ്ണ് കിട്ടിയായിരുന്നു തോംസന്. അവിടുത്തെ നല്ല സോഫ്റ്റ് ആയിരുന്നു. നാളൊരു തള്ള 4-5 കൂടെടുത്ത് വണ്ടിക്കകത്തിടുന്ന കണ്ട്. കാരണം വെറുതെ കിട്ടുകയല്ലേ. അയ്യോ, തമാശ പറഞ്ഞതല്ല. അടക്കം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അവര് വണ്ടിയെ കിടക്കുന്നു. ഞാൻ പറഞ്ഞു സ്തോത്രം എന്ന് പറഞ്ഞപ്പോൾ അവര് 2 പേരും ഉള്ളു, 4-5 കൂട്. എന്നതാണോ അവിടെയും വിടുകയല്ല. ഇതൊക്കെ ജീവിച്ചിരിക്കുമ്പോ ചെയ്തിരുന്നെങ്കിലോ നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. ദൈവത്തിന്റെ ഭാഗത്തും മരണത്തിന്റെ മണമടിച്ചു ദാവീദിന് മണമടിച്ചപ്പോൾ തന്റെ മകൻ ശലോമോനെ വിളിച്ച് പറയുന്ന കാര്യമാണ് അടുത്ത പദം. വായിച്ചമോനെ, ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി വഴിയായിട്ട് പോകുന്നു. പിന്നെ നീ ധൈര്യം പൂണ്ട് പുരുഷനായിട്ടിരിക്കണം. വായിപ്പിക്കുന്നില്ല അടുത്തത് എന്ന് പറഞ്ഞ മോനെ ശലോമോനെ, ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായിട്ട് പോകും. ഒരു ദിവസം ഞാനും നിങ്ങളും ഈ വഴി കടന്നു പോകണം. എനിക്കറിയപ്പെടേണ്ട ദൂത് ആ വഴി പോകുന്നതിന് മുമ്പ് അവൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. 5 പൈസ മുടക്കണ്ട, കാശ് മുടക്കണ്ട, 1/2 മൈൽ നടക്കണ്ട. ഇരിക്കുന്ന ഇടത്തിൽ നിന്ന് കേൾക്കുന്ന സ്ഥലത്ത് നിന്ന് ഒറ്റ വാക്ക് പ്രാർത്ഥിക്കും. എന്റെ യേശുവേ, എന്നെ രക്ഷിക്കണം. എന്റെ കണ്ണടയുന്നതിന് മുമ്പ് കർത്താവേ നീ എന്നെ രക്ഷിക്കണമെന്ന് ആര് പ്രാർത്ഥിക്കും, അവരെ യേശു രക്ഷിക്കും. 4 വിരലെ മർത്യനായൂസോ നിൽക്കുന്നോരല്ല മായ. 4 വിരലെ മർത്യനായൂസോ നിൽക്കുന്നോരല്ല മായ. വേഷ നീയലിൽ നടന്നു തങ്ങൾ കാട്ടിക്കുന്ന കഥ പോലെ. നടന്നു തങ്ങൾ നാൾ കാട്ടിക്കുന്ന കഥ പോലെ. ഒരിക്കലേവനും മരിക്കും നിർണയം. അമ്മേ പാടമ്മേ, ജാഗത്തില്ല, പാട്. ഒരിക്കലേവനും ഇങ്ങനെ പാടുന്നെങ്കിൽ പെട്ടെന്നായിരിക്കും. മണ്ണാൽ മന്നയ പേട്ട നൽമേനി മണ്ണായഴിയും കുഴിയിൽ. മണ്ണാൽ മന്നയ പേട്ട നൽമേനി മണ്ണായഴിയും കുഴിയിൽ. ശ്വാസം നിൽക്കുമ്പോൾ ആത്മാവോ തന്റെ വാസം തേടിപ്പോ വേനം. ശ്വാസം നിൽക്കുമ്പോൾ ആത്മാവോ തന്റെ വാസം തേടിപ്പോ. പേടിച്ചു പാടാഞ്ഞാന്ന് എനിക്കറിയാം. അതെ. അപ്പൊ എന്തായാലും ഒരു കാര്യം പറഞ്ഞ, എന്നെയും നിങ്ങളെ ഒരു ദിവസം മരണം വന്ന് പിടികൂടും. മരണത്തിന്റെ തണുത്തകരം വന്ന് തപ്പുന്നതിന് മുമ്പ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. അന്നിന് ഇന്ന് രാത്രി ദൈവം നിനക്ക് അവസരം തരിക. ഈ അവസരം നീ നഷ്ടപ്പെടുത്തി കളയരുത്. നിന്റെ വീട്ടുമുറ്റത്തായോ നടക്കുന്നത്, നിന്റെ ശബ്ദ പരിധിക്കകത്തായോ നടക്കുന്നത്. ദൂരോട്ടൊന്നും നീ ഒന്നും എടുത്തോണ്ട് ചുമ്മിയും കെട്ടിയൊന്നും പോകണ്ട. ഇരിക്കുന്ന ഇടത്തിരുന്ന് ഇന്ന് രാത്രി യേശുവിന് ഹൃദയം കൊടുക്കുക.
അപ്പോൾ അഹരോന്റെ നിര്യാണത്തിൽ പാടിയ പ്രാർത്ഥനയാ മോശയുടെ 90-ാം സങ്കീർത്തനം. അതെ, നമ്മൾ 91 വായിച്ചത്. 91-ാമത്തെ സങ്കീർത്തനത്തെ പറ്റി പറയുന്നത് യോശുവ എഴുതിയെന്ന. 90 മോശ എഴുതി, 91 യോശുവ എഴുതി. ആ യോശുവ എഴുതി എന്ന് പറയാനുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഇപ്പം വായിച്ച വാക്യവും കൂടെ അതിൻ്റെ ഒരു അടിസ്ഥാനമാണ്. ഒരനർത്ഥം നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ. മിസ്രയീമിലെ 10 ബാധ കണ്ടയാളാ യോശുവ. അതിന് വിടുതൽ കിട്ടിയ വ്യക്തിയും കൂടെ യോശുവ. മിസ്രയീമിൽ നിന്ന് പുറപ്പെടുമ്പോൾ യോശുവായും ഉണ്ടായിരുന്നു. ഉള്ള ഈച്ചയും പേനും തവളയും ഉള്ള ഇതെല്ലാം ചാടി, തവളയെല്ലാം ചാടി ദേഹത്ത് കയറി ഊപ്പാട് വന്നപ്പോൾ ഇതെല്ലാം യോശുവ കണ്ടതാ. ചൊറിഞ്ഞ് ഊപ്പാട് വന്നതാ. മേരിയും തങ്ക എല്ലാം കൂടെ എന്നാ പേൻ ലോകത്ത് നിൽക്കുമ്പോൾ വലിക്കുക. ഇതെല്ലാം യോശുവ കണ്ടതാ. പക്ഷേ പ്രമാണം കാത്ത ഇസ്രായേൽ മക്കളെ എല്ലാ ബാധയിൽ നിന്നും ദൈവം പിടിപ്പിച്ചു. മാത്രമാണോ, മരുഭൂമിയിലേക്ക് പ്രവേശിച്ചപ്പോഴും പ്രമാണം തെറ്റിച്ചവരെ ബാധകളാൽ പട്ടുപോയി. സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിൽ അവിടെ ഒരു കണക്കുണ്ട്. ബാധയാൽ വലഞ്ഞു പോയവർ 24,000 എന്ന്. അങ്ങനെ ലേഡിമോനെ എഴുതിയേക്കുന്ന 8-ാം വാക്യമാണെന്ന് തോന്നുന്നു. 25:8, 25:9. അവൻ സിംഹം പോലെ പതുങ്ങി കിടക്കും. അത് തന്നെ മൈക്കോട്ടൊന്ന് വായിച്ചേ. ബാധ കൊണ്ട് മരിച്ചു പോയവർ 24,000 പേര്. ബാധ കൊണ്ട് മരിച്ചു പോയവര് 24,000 പേര്. കാരണം 25-ാം അധ്യായത്തിൽ വായിക്കുന്നത് ജനം ശിത്തീമിൽ വന്നു. ജനം ശിത്തീമിൽ വന്ന് പാളയമടങ്ങിയപ്പോൾ ജനം മോവാബ് സ്ത്രീകളുമായിട്ട് ഇടകലർന്നു. അവരവരുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇതുങ്ങളെ ക്ഷണിച്ചു. അമ്മാമ്മ ഓണമുണ്ട്, ക്രിസ്തുമസ് ഉണ്ട്, ഈസ്റ്റർ ഉണ്ട്. അമ്മാമ്മയും പിള്ളേരും വരണം. അപ്പച്ചൻ ചാത്തേൻ്റെ 40 ഉണ്ട്, അടിയന്തരമുണ്ട്. ഓരോ ആണ്ടും നമ്മൾ മേളിലോട്ട് കയറുക, പുള്ളി ഇടയ്ക്ക് പോയിട്ട് ഇങ്ങ് തിരിച്ച് വരിക. പിന്നെ നമ്മൾ മേളിലോട്ട് മിണ്ടുന്നില്ല. അമ്മാമ്മ വരണം. അമ്മാമ്മ ആ നെയ്യപ്പം ഉണ്ടാക്കുന്ന വളരെ ടേസ്റ്റ്. തലതലേന്നേ പോയിരുന്ന് കറക്കുക നെയ്യപ്പം ഉണ്ടാക്കുക. എല്ലാം കൂടെ കയറി നെയ്യപ്പത്തിനകത്ത് എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ. ഉള്ള അടിയന്തരത്തിനും ഉള്ള ചടങ്ങിനെല്ലാം പോയി തിന്ന് അങ്ങ് പൂണൻ്റെ തിന്ന് ബാക്കി കൂടിനകത്ത് കുടുംബി കൂട്ടിക്കെട്ടി തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കൊച്ചുങ്ങൻ നെയ്യപ്പം മുറിച്ചപ്പം നൂല് പോലെ 3 ദിവസം പഴകിയതാണ്. എല്ലാം തിന്ന് ഊപ്പാട് വന്ന് മോനെ വായിച്ച് കേക്കട്ടെ. 25-1 മുതൽ വായിക്കേ. കേൾവിക്കാത്തൂടെ കേക്കട്ടെ, ഗുണമാകുന്നെങ്കിൽ ഇന്നെങ്കിലും ആയിരം മോനെ. ഇസ്രായേൽ ശിത്തീമിൽ പറക്കുമ്പോൾ ജനം മോവാബ് സ്ത്രീകളുമായിട്ട് ഇടകലർന്ന അടുത്ത വാക്യം. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ മോവാബ്യര് ഇസ്രായേൽ ജനത്തെ അവരുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ഇവര് ബലികൾക്ക് വെച്ചപ്പോ ഇവര് കൊടിയും പിടിച്ചു പോവാ. ഏതാ, ഒത്തിരി കൊടി ഉണ്ടല്ലോ ഇല്ലേ. സൺഡേ ഇവിടെ വരും, മൺഡേ പ്രകടനത്തിന് നിൽക്കുന്ന. മനസ്സിലാകുന്നില്ലല്ലയോ? ഞാൻ കണ്ടതാ, പെന്തിക്കോസുകാരിയാ. ഞായറാഴ്ച മറുഭാഷം പറഞ്ഞാൽ മറിയ എന്നെ കണ്ടമ്മൻ. ആരുടെ പ്രകടനമായി ഏത് സംഘടനയാണെന്നത് ഇപ്പൊ എന്നോട് ചോദിക്കരുത്. മറന്നുപോയിട്ടല്ല, വെറുതെ എന്തിനാൽ പോയെന്നാ തോന്നുന്നു. ഇതിപ്പോ കണ്ടത് ദൈവത്തിന് മഹത്വം. ക്ഷണിച്ചു വരാൻ. അയ്യോ, ഞങ്ങൾക്ക് സെറ്റ് സാരി ഇല്ല. കുഴപ്പമില്ല, വെള്ള സാരി ആണെങ്കിലും. സൺഡേ ഇവിടെ വരുമ്പം വെള്ള സാരി, പ്രകടനത്തിന് പോകുമ്പം മനസ്സിലാകുന്നില്ലല്ലയോ? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാകുന്നില്ലേ? ഇങ്ങനെ പറഞ്ഞോട്ടെ. അതാ സ്തോത്രം. ഈ മോവാബ്യര് ഇസ്രായേൽ മക്കളെ അവരുടെ ദേവന്മാരുടെ ബലികൾക്ക് ക്ഷണിച്ചു. അങ്ങനല്ലേ മോനെ വായിച്ചേ? അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ഇവരെ വിളിച്ചുടനെ ഇവരെന്നാ ചെയ്തു? ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. എങ്ങനെയുണ്ട്?
നല്ല കക്ഷികളാ. ഇവര് അന്നേരം തന്നെ ചെന്നു കഴിക്കാനുള്ളത് മുഴുവൻ കഴിച്ചേച്ച് വണങ്ങി. അടുത്തത് ഇസ്രായേൽ ബാൽപെയോരിനോട് ചേർന്നു. ഇസ്രായേൽ ബാൽപെയോരിനോട് ചേർന്നു. യഹോവയുടെ കോപം യഹോവയുടെ കോപം ഇസ്രായേലിന് നേരെ ജ്വലിച്ചു. ഇനി ഞാൻ വിവരിക്കുന്നില്ല. ഇങ്ങനെ ബാധ ഒരു ഇസ്രായേലിൽ, അവന്റെ പേര് സിമ്രി, ഒരു മിദ്യാന്യ സ്ത്രീ, അവരുടെ പേര് ഹോസ്പി. അവൻ ഇസ്രായേലിലെ ശിമയോൻ ഗോത്രത്തിൽ ഒരു പ്രഭു സാലുവിന്റെ മകൻ. അവന്റെ അപ്പന്റെ പേര് സാലു. അങ്ങനെ എഴുതിയേക്കുന്നത്. എന്നെ നോക്കാതെ അങ്ങോട്ട് നോക്ക. സാലു അങ്ങനെ എടുത്തു വെച്ചോ, പിന്നെ ഞാൻ പറയുമ്പോ വായിച്ചാൽ മതി. അപ്പൊ ഇവന്റെ പേര് സിമ്രി, അവന്റെ അപ്പന്റെ പേര് സാലു. അവൻ ശിമയോൻ ഗോത്രത്തിൽപ്പെട്ടത്. ഒരു മിദ്യാന്യ സ്ത്രീ, അവളുടെ പേര് ഹോസ്പി. അവള് ഒരു മിദ്യാന്യ പ്രഭുവിന്റെ മകളാ. ആ പ്രഭുവിന്റെ പേര് സൂര്. അപ്പൊ സൂര്യന്റെ മകളാ ഹോസ്പിയും സാലുവിന്റെ മകൻ സിമ്രിയും. കണ്ടോ മോനെ മിദ്യാന്യ സ്ത്രീയോട് കൂടെ കൊന്ന ഇസ്രായേലിന് സിമ്രി എന്ന പേര്. അവൻ ശിമയോൻ ഗോത്രത്തിൽ ഒരു പ്രഭുവായ സാലുവിന്റെ മകൻ സിമ്രി. അടുത്തത് കൊല്ലപ്പെട്ട മിദ്യാന്യ സ്ത്രീക്ക് കോസ്പി എന്ന് പേര്. അവളൊരു കോസ്പിയാ. അവൾ ഒരു മിദ്യാന ഗോത്രത്തിൽ ജനാധിപതിനായിരുന്നു. സൂര്യന്റെ മകള്. അപ്പം യവളും കൂടെ അങ്ങ് ഹോസ്പി അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി. അതായിരിക്കും കുറച്ചുകൂടെ. അവൻ കോസ്പി ഇവളെയും കൊണ്ട് ഇനി കയറി. ഒന്നും ഞാൻ പറയുന്നില്ല, ഞാൻ അങ്ങ് അടങ്ങുക, അല്ലാതെ എന്നാ ചെയ്യാൻ. പ്രായമുള്ളവരെയൊക്കെ ഓർക്കണമല്ലോ. ദൈവത്തിന് മഹത്വം. ഈ വിഷയത്തിൽ അഹരോനും മോശയും അനങ്ങിയില്ല. പക്ഷെ അവിടെ ഒരു പയ്യനുണ്ടായിരുന്നു, അഹരോൻ പുരോഹിതന്റെ മകനാകുന്ന എലയാസറിന്റെ മകനാകുന്ന ഫീനെഹാസ്. അവനത് കണ്ടപ്പോൾ ആത്മീയ രോക്ഷമുണ്ടായി, അവന് തീഷ്ണതയുണ്ടായി. കാരണം എസ്കേലിൽ വായിക്കുന്നത് ആവർത്തനത്തിലെ വാക്യം യഹോവ തീഷ്ണൻ. അവന് തീഷ്ണതയുണ്ടായി. അന്നത്തെ പ്രമാണമല്ലേ. അവൻ കുന്തമെടുത്ത് അന്തപുരത്തിനകത്തോട്ട് കയറി അവൻ സിമ്രിയെയും ഹോസ്പിയെയും ഉദരം തുളയും വണ്ണം കുത്തിക്കിടത്തി. അവൻ അടുത്ത വാക്ക് അങ്ങനെ ബാധമാറി. ഈ വിഷയത്തിൽ ബാധകളാൽ മരിച്ചുപോയത് 24. വായിച്ചേ മോനെ 9 വാക്യം. ബാധ കൊണ്ട് മരിച്ചുപോയവർ 24,000 പേര്. ഇത് യോശുവ കണ്ടതാ. ബാധ കൊണ്ട് മരിക്കുന്നത്. പക്ഷെ പൗലോസ് ഈ വിഷയം തെളിയിച്ചപ്പോൾ 23,000 എന്നാ പറഞ്ഞേക്കുന്നത്. 10:8 വായിച്ചേ മോനെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10:8. പൗലോസ് ഈ വിഷയം തെളിയിച്ചപ്പോൾ 23,000 എന്നാ വായിച്ചേ. എങ്കിലും ഒരുവൻ അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേര് വീണുപോയതുപോലെ 23,000. സംഖ്യാപുസ്തകത്തിൽ എത്രയാ കൊടുത്തത്? 24. പൗലോസ് ഈ വിഷയം തെളിയിച്ചപ്പോ അതിനെ അങ്ങനെ എങ്ങനെയാന്ന് ചോദിച്ചാ അങ്ങനെ വേദപുസ്തകത്തിൽ ഒത്തിരി തെറ്റുകളൊക്കെ തന്നെയല്ല. പൗലോസ് എത്രയോ കൊല്ലം കഴിഞ്ഞ എഴുതിയ. അപ്പം ചിലപ്പം കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പണ്ട് ആചാരി പറഞ്ഞ പോലെ ഒരു ചാണ് പടവുമല്ലോ. സംഖ്യാപുസ്തകം വായിച്ച ആളിനോട് ചോദിക്കട്ടെ. സംഖ്യാപുസ്തകത്തിൽ 24,000, പുതിയ നിയമത്തിൽ വന്നപ്പോ 23,000. എന്നോട് വായിക്കാൻ പറഞ്ഞ് ഞാൻ വായിച്ചു. വേറെ ചോദ്യം ഒന്നും താൻ എന്നോട് ചോദിക്കേണ്ടെന്നായിരിക്കും. എന്തോ എടുത്തു കൊടുക്കുന്ന ഞാൻ കണ്ടു. സഹായം ചെയ്യുന്നവന് നന്ദി. സംഖ്യാപുസ്തകത്തിൽ 24,000. പക്ഷെ പൗലോസ് എഴുതിയപ്പോൾ അത് 23,000. ബൈബിളിന് തെറ്റല്ല. സംഖ്യാപുസ്തകത്തിൽ ടോട്ടൽ കണക്കാ പറഞ്ഞേക്കുന്നത്. ബാധയാൽ മരിച്ചുപോയവർ വായിച്ച് 25:9.
ബാധ കൊണ്ട് മരിച്ചുപോയവർ ബാധ കൊണ്ട് മരിച്ചുപോയവര് 24,000 പേര്. ഈ വിഷയത്തിൽ ടോട്ടൽ കണക്കാ സംഖ്യാപുസ്തകം 24. പക്ഷെ പൗലോസ് പറഞ്ഞത് ഈ ബാധയാൽ ഒരു ദിവസം മരിച്ചതാ 23,000. വായിച്ചേട്ട് അവരിൽ ചിലർ പ്രസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേര് വീണതുപോയി. 23,000 ടോട്ടൽ 24,000 വീണു ബാധ കൊണ്ട്. ആ 24,000-ൽ ഒരു ദിവസം തന്നെ വീണ കണക്കാ 23,000. ഇങ്ങനെ ബാധ കൊണ്ട് മരിച്ചുപോയ പെട്ടെന്ന് വീണു പോകുന്നത് യോശുവ കണ്ടതാ. അതുകൊണ്ടാ യോശുവ 10-ാം വാക്യത്തിൽ പറകയാ, ഒരനർത്ഥം നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തിൽ. ആർക്കാന്നറിയാമോ? അത്യുന്നതന്റെ മറവിലും സർവശക്തന്റെ നിഴലും കഴി പാർക്കുന്ന ദൈവമക്കൾക്കാ. ദൈവപ്രമാണത്തിൽ നിന്നാൽ അത്യുന്നതന്റെ മറവിലും സർവശക്തന്റെ നെടലും കീഴിൽ നീ പാർക്കണം എന്ന് പറഞ്ഞാൽ മേഘത്തിന്റെ തണല. പകല് അവൻ മേഘത്തിന്റെ കീഴിലും രാത്രി അഗ്നിസ്തംഭത്തിന്റെ വെട്ടത്തിലുമായി വരെ നടത്തുന്നത്. ഇതിന് നീ അകന്നു പോകരുത്. നീ മേഘത്തിന്റെ കീഴിൽ തന്നെ നിൽക്കണം. അഗ്നിസ്തംഭത്തിന്റെ വെളിച്ചത്തിൽ തന്നെ നീ നിൽക്കണം. ഈ വെട്ടം വിട്ടച്ച് വേറെ വെട്ടത്തിന്റെ പുറകെ പോകരുത്. ഈ തണല് അവൻ പോരെന്ന് തോന്നി വേറെ തണലടിക്കാൻ നീ പോകരുത്. പോയാൽ ബാധ നിന്നെ പിടികൂടും. പക്ഷേ പോകാതെ അത്യുന്നതന്റെ മറവിലും സർവശക്തന്റെ നെടലും കീഴിൽ പാർക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഒരനർത്ഥം നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധകം നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. Praise the Lord. മുൻപിലും പിറകിലും നടന്നു കാവലായി, മേഘമൊന്നെനിക്കുമേ വിരിച്ചു സ്നേഹമായി, നീണ്ട മരുഭൂമിയിലുള്ള കൈയിൽ താങ്ങിടും യേശു നല്ലവൻ, എന്റെ യേശു ഓ മുൻപിലും പിറകിലും നടന്നു കാവലായി. നടപടിയില്ല, മതി മതി, സങ്കീർത്തനമാണല്ലോ, മതി മതി. ഇവർ നിങ്ങളെ ചിന്തിക്കുക, ഇയാള് നാട്ടിൽ കേൾക്കാത്ത പാട്ടെല്ലാം പാടി വെച്ച് ഞങ്ങളോട് പാടാൻ പറഞ്ഞ. ഞാൻ ഈ പാട്ടെല്ലാം പഠിച്ച് ഇതിനകത്ത് വന്ന അമ്പലത്തിൽ പോയപ്പോൾ ഒന്നും പഠിച്ചില്ല. ചില പാട്ടുകളൊക്കെ കേട്ട് ട്യൂണ് കിട്ടിയെന്നുള്ളൂ. എല്ലാം ഇതിനകത്ത് വന്ന പഠിച്ച്. ദൈവത്തിന്റെ മഹത്വം ആട്ടെ, നമുക്ക് ആ വിഷയം വിട്ടേക്കാം. അപ്പൊ എന്തായാലും അത്യുന്നതന്റെ മറവിലും സർവശക്തന്റെ നിഴലും കീഴിൽ പാർത്താൽ ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. നമ്മുടെ വിഷയം ബാധ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം, ബാധ ഏശാതിരിക്കാൻ എന്തൊക്കെ, അതാണ് നമ്മുടെ വിഷയം. ഒരു 3-4 പോയിന്റ് ഞാൻ പറയാം. അതിലേക്ക് വരുന്നതിന് മുന്നേ സ്തോത്ര കാഴ്ച എടുക്കാം. അവരെന്നോട് പറയുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ ഹൃദയത്തിൽ ഇപ്പൊ ചിന്ത വീണു. പുള്ളി ഈ സ്തോത്ര കാഴ്ചയെ പറ്റി ഒന്നും പറയുന്നുമില്ല. സമയവും പോകുന്നു. ഇപ്പോൾ 9 മണി ആയോ? അപ്പം അവർക്ക് പ്രയാസമുണ്ടാകും. ഇനിയിപ്പോൾ അവരും സന്തോഷിച്ച് നമുക്ക് ഒന്നിച്ച് അടുത്ത പോയിന്റിലേക്ക് വരാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ പാട്ട് പാടുന്ന പെട്ടെന്ന് പാടിക്കൂ. ചുമതലപ്പെട്ടും താൻ പകർന്നിടും കൃപമഴ, അമ്മ പകയന്റെ കണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും താൻ പകർന്നിടും കൃപമഴ പോൽ തുണയെനിക്ക് കുറവിനില്ലതാ അനുദിനം തന്നിരളിൽ മറവിൽ വസിച്ചിടും ഞാൻ. വല്ലമിടമായിരങ്ങൾ അമ്മ വലിയവർ വീണാലും വലയമറിന്നെ വല്ലവൻ കാത്തിലുമേ. അമ്മൻ വല്ലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമറിന്നെ വല്ലവൻ കാത്തിലുമേ. ആമേ തുണയെനിക്ക് അനുദിനം തന്നെ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ.
കരമുയർത്തി ദൈവത്തിന് മഹത്വം കരയേറ്റാം. ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല, ഉറപ്പാ. അതുകൊണ്ട് കമ്പിവാചകം പോലെ ചില കാര്യം കൊണ്ട് പറയാം, ബാധ വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ബാധ വരാൻ കാര്യം എന്നാന്ന് പുസ്തകത്തിൽ വാക്യമുണ്ട്, ഇപ്പൊ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഒറ്റ വാക്ക് പറയാം, ദൈവപ്രമാണം ദൈവകൽപ്പന ലംഘിച്ചാൽ സൂക്ഷ്മ ബാധ വരും. എന്തിക്കോസാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമായില്ല, സ്തോത്രം. എന്നാൽ ദൈവപ്രമാണത്തിൽ നിന്നാൽ ഒരു ബാധയും നിനക്ക് വരികയല്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കാം, ബാധ വരാതിരിക്കാനുള്ള ചെയ്യേണ്ട കാര്യങ്ങൾ. അറിവുള്ള വാക്യം ആ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 15 വരെയാ വായിക്കേണ്ടത്. നേരമില്ലാത്തത് കൊണ്ട് എല്ലാം വായിപ്പിക്കുന്നില്ല, 1-2 വാക്യങ്ങൾ വായിച്ചു. യഹോവ മോശയോടും അഹരോനോടും മിസ്രയീം ദേശത്ത് അരുളി ചെയ്തെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമാണ്. ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായിരിക്കണം. പിന്നെ ആണ്ടിൽ 1-ാം മാസമായിരിക്കണം. നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസംഘത്തോടും പറയേണ്ടത്, നിങ്ങൾ ഇസ്രായേൽ മക്കളുടെ സർവ്വസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരാട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടി എടുക്കണം. ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആദ്യത്തെ 9 ബാധ മിസ്രയീം ദേശം മുഴുവൻ ശക്തമായി. ഓരോ ബാധ വരുമ്പോഴും ഫറവോൻ ഓരോ യോഗം വെക്കും. യോഗം കഴിയുമ്പോൾ ബാധ മാറും, പിന്നെയും ഫറവോന്റെ ഹൃദയം കഠിനപ്പെടും. കവി പണ്ട് പറഞ്ഞു, സാരമുള്ള വചനങ്ങൾ കേൾക്കിലും നീരസാർത്ഥമറിയുന്നു ദുഷ്ടന്മാർ, ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. ഇന്ന് വരെ ഒറ്റ കൊതുക് പാല് കുടിച്ചു വെച്ച് പോയിട്ടില്ല. നിങ്ങൾ കൊതുക് വന്ന് പാല് കുടിക്കുന്ന കണ്ടിട്ടുണ്ടോ? പശുവിൻ്റെ അകട്ട് ചെന്നിരുന്ന് കൊതുക് ചെന്ന് ഇച്ചിരി പാല് കുടിച്ചു വെച്ച് പോവാം. ഒറ്റ കൊതുകിന് പോലും പാല് വേണ്ട, മുഴുവൻ ചോര തന്നെ കൊതുകിന് കൗതുകം. എത്ര വചനം കേട്ടാലും എത്ര കൺവെൻഷന് കൂടിയാലും ഏതെല്ലാം യോഗത്തിന് പോയാലും നീ ഗുണം വരുന്നില്ലല്ലോ കുഞ്ഞുഞ്ഞേ. ഇന്ന് രാത്രിയെങ്കിലും നിനക്ക് ഗുണം വരട്ടെ, നീ രക്ഷിക്കപ്പെട്, യേശുവിന് ഹൃദയം കൊടുക്ക്. ചുമ്മാ റാന്നി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മിറ്റത്താ യോഗം നടക്കുക, നിനക്ക് വല്ല ഗുണവും വന്നോ? എൻ്റെ അനിയനാ മുന്നരെ, നിനക്ക് വല്ല ഗുണവും വന്നോ? ചെല്ലു പറഞ്ഞ് ഞാൻ തിണ്ണയിലിരുന്ന് കേൾക്കുക. നല്ല കാര്യം, നീ രക്ഷിക്കപ്പെട്ടോ? യേശുവിന് ഹൃദയം കൊടുത്തോ? 5 പൈസ മുടക്കണ്ടല്ലോ, അര കാശ് മുടക്കണ്ടല്ലോ, ഒറ്റ വാക്ക് പറഞ്ഞാൽ മതിയല്ലോ, യേശുവെ നീ എന്നെ രക്ഷിക്കണമെന്ന്. അപ്പൊ ഓരോ ബാധ വരുമ്പോഴും പുള്ളി ഓരോ യോഗം വെക്കും. യോഗം കഴിയുമ്പോൾ ബാധ മാറും, പിന്നെയും ഫറവോന്റെ ഹൃദയം കഠിനമാകും. ഇങ്ങനെ വിട്ടാൽ ഒക്കത്തില്ലത് കൊണ്ട് തമ്പുരാൻ ഒരു പ്രമാണം കൊടുത്തു, അടുത്തത് സംഹാരബാധ വരാൻ പോവുക. ആദ്യജാതന്മാർ മാറ്റപ്പെടും. ബോർഡ് നോക്കിയോ സഭ നോക്കിയോ ഒന്നുമല്ല, പ്രമാണം കാക്കാത്ത മുഴുവൻ എണ്ണത്തിന് സംഹാരം കൊടുക്കും. അപ്പോൾ സംഹാരദൂതൻ ഇറങ്ങി വരും മിസ്രയീം ദേശത്ത്. ആ സംഹാര ബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റ പ്രമാണം, വീടൊന്നിന് ഒരാട്ടിൻകുട്ടി. ആട്ടിൻകുട്ടി വീടൊന്നിന്. കാണുന്ന ആടിനെ എല്ലാം പിടിച്ച് കണ്ടിക്കരുത്. ആട്ടിൻകുട്ടിക്ക് യോഗ്യതയുണ്ട്. ആ കൊച്ചുങ്ങളെ രണ്ടിനെ അവിടെ അടക്കിയിരുത്. കൊച്ചുങ്ങളുടെ ആൾക്കാർ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അനുസരണയുള്ള അന്നേ അവിടെ ഇരുത്. 12:5 ആട്ടിൻകുട്ടികളുടെ യോഗ്യത. 12:5 ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. അവിടെ പോയി കേറിയിരിക്കാൻ. അറിയോ? 5-ാം വാക്യം വായിച്ചേ. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. ചെമ്മരിയാടോ കോലാടോ ആകാം. ഈ മാസം 14-ാം ശ്രദ്ധിച്ച് എല്ലാം വായിപ്പിക്കുന്നില്ല. വീടൊന്നിന് ഒരാട്ടിൻകുട്ടി. ആട്ടിൻകുട്ടികളുടെ യോഗ്യത 1 വയസ്സ് പ്രായമുള്ളതും ഊനമില്ലാത്തതും ആണുമായിരിക്കണം. അതിനെ 14-ാം തീയതി സന്ധ്യാസമയത്ത് അറത്ത് ആ കുഞ്ഞാടിന്റെ രക്തം ഒരു കിണ്ണത്തിലെടുത്ത് ഈ സോപ്പ് ചെടികൾ
ചെകിട കെട്ടിടത്തിൽ കിണ്ണത്തി മുക്കി കട്ടള രണ്ടിലും കുറുമ്പടി മേലും പുരട്ടണം. എന്നിട്ട് കാലിൽ ചെരുപ്പിട്ട് അര മുറുക്കി കയ്യിൽ വടിപിടിച്ച് കയ്പ് ചീരയും പുളിപ്പില്ലാത്ത അപ്പവും കൂടെ ഒക്കെ കൂട്ടിപ്പിടിച്ച് ഈ കുഞ്ഞാടിന്റെ മാംസം തീയിൽ ചുട്ട് ഈ കയ്പ് ചീരയും കൂടെ കൂട്ടി ഭക്ഷിച്ച് അവൻ ബലപ്പെടണം. എന്നിട്ട് അന്ന് രാത്രിയിൽ അവൻ സ്വന്തം സംഹാരദൂതൻ കടന്നു വരുന്ന രാത്രി ബാധ വരുന്ന യോധത്തില ആദ്യജാതനെ തട്ടിക്കളയാനാ. ആദ്യജാതന്മാരെ ഏതെല്ലാം വീട്ടിലുണ്ടോ അവിടെ എല്ലാം കയറി തട്ടും. സ്തോത്രം. ഞാൻ പകരോമറ്റത്തെയാ, ശങ്കരപുരിയാ, കാളികാവാ, ഞാൻ വലിയവതാലയാ, ഞാന് തോമ്പിക്കണ്ടത്തെയാ, ഞാൻ ഇന്നടത്തെയാ, ഞാന് പിന്നെന്തുവാ, ഞാൻ എന്നെ സ്ഥലപ്പേര് പെട്ടെന്ന് പറയാം, എനിക്ക് വേറെ കിട്ടുന്നില്ല. വിട്ടുതറയില്ലയാ. ഇതൊന്നും പറഞ്ഞാലൊന്നും ബാധ മാറുകയല്ല. ബാധ മാറണമെങ്കിൽ ചെയ്യേണ്ട കാര്യം കുഞ്ഞാട് നേരത്ത് ചോരത്തലയാചരിക്കണം. സംഹാരദൂതൻ വന്ന് നോക്കുമ്പോൾ രക്തം പുരട്ടിയിട്ടുള്ള വീടിനെ ഒഴിഞ്ഞങ്ങ് പോകും. നസറയനാകുന്ന യേശു ക്രിസ്തു, പൗലോസ് വളരെ സ്പഷ്ടമായി പറഞ്ഞു, നമ്മുടെ പെസഹ കുഞ്ഞാട് മറക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ. അപ്പോൾ ആബീബ് മാസം 14-ാം തീയതി മിസ്രയീം ദേശത്ത് അറക്കപ്പെട്ട കുഞ്ഞാട് യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിന് നിഴല എന്ന് പറഞ്ഞാൽ സംഹാരദൂതൻ വന്ന് നോക്കുമ്പോൾ രക്തമടയാളമായിരിക്കണം. കാൽവറിയിൽ ഒരുവൻ നമുക്ക് വേണ്ടി രക്തം ചിന്തി. പീലാത്തോസിന്റെ കൽത്തലം മുതൽ കാൽവറി മേട് വരെ മരക്കുരിശ് ചുമന്നുകൊണ്ട് മുൾക്കിരീടധാരിയായി മുഖത്തെ രോമമെല്ലാം പിഴുതെടുക്കപ്പെട്ടവനായി മുതൽ ഉടവജാല് പോലെ നീളത്തിൽ കീറപ്പെട്ടവനായി റോമൻ പടയാളികളുടെ ദാക്ഷിണ്യമില്ലാത്ത ചാട്ടമാറിന്റെ ഘോരമായ പ്രകടനമേറ്റ് വീണും മറച്ചും രക്തം ചിന്തി ധാരധാരയായിട്ട് രക്തമൊഴുകുക. അവൻ മുഖത്തെ രോമമെല്ലാം പിഴുതെടുത്ത് വീർത്ത് വികൃതമായി രക്തമൊലിച്ച് ആ ചില ഭാഗത്ത് ഉണങ്ങി പിടിച്ച് കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെട്ട ക്രിസ്തു അവിടുത്തെ തിരിരക്തം നമുക്ക് വേണ്ടി ചിന്തി. ആ രക്തമായിരിക്കണം അടയാള്. ഈ രക്തം കണ്ടാൽ ഒരു ബാധയും നിന്നെ തൊടത്തില്ല. ഈ രക്തത്തെ ഈ കടുകൾ പ്രാപിച്ചാൽ ഒരു ബാധയും നിന്നെ തൊടത്തില്ല. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാ. ഇത് പരിശുദ്ധ രക്തമാ, നിർമ്മല രക്തമാ, വിലയേറിയ രക്തമാ, പാപം മോചിക്കുന്ന രക്തമാ, ആരാധിക്കാൻ യോഗ്യരാക്കി തീർത്ത രക്തമാ. യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അധികം വിവരിക്കുന്നില്ല. ബാധ വരാതിരിക്കാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ പാപമോചനം പ്രാപിച്ച് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ചാൽ അവൻ ബാധയിൽ നിന്ന് ദൈവം നിന്റെ കുടുംബത്തെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ തിരുരക്തത്തിന് ശക്തിയാണ്. കുഞ്ഞാട്ടിന്റെ രക്തമാണെന്നെ വീണ്ടെടുത്തത്, കുഞ്ഞാട്ടിന്റെ രക്തമാണെന്നെ വീണ്ടെടുത്തത്, തൻ്റെ ജീവൻ തന്നെയാ എന്നെ നടത്തുന്നതും, തൻ്റെ ജീവൻ തന്നെയാ എന്നെ നടത്തുന്നതും, തന്നെയും തൻ്റെ കഷ്ട പാടുകൾ തൻ മരണം, തന്നെയും തൻ്റെ കഷ്ട പാടുകൾ തൻ മരണം, തൻ പുനരുത്ഥാന ശക്തിയെ ഞാൻ നന്നായി അനുഭവിച്ചിന്നും മണങ്ങും നിത്യാനന്ദ ദൈവമേ പോടാ എന്റെ മ്യമേ. കുഞ്ഞാട്ടിന്റെ രക്തമാ എന്നെ വീണ്ടെടുത്തത്. ആ അമ്മയ്ക്ക് ആ പാട്ടത് ഞാൻ കണ്ണാടി അമ്മയ്ക്ക് അമ്മയ്ക്കറിയത്തില്ലേ അമ്മ പാട്ട്? അമ്മ ചുമ്മാ ചുണ്ടനയ്ക്കാന്ന് തോന്നുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ രക്തം സംഹാരബാധയിൽ നിന്ന് തന്നെ രക്ഷിക്കും. ഈ രക്തത്തിൽ ശുദ്ധീകരണം പ്രാപിക്കാൻ പൈസയൊന്നും മുടക്കണ്ട, മെഴുകുതിരിയൊന്നും കത്തിക്കണ്ട, വെളിച്ചെണ്ണയൊന്നും കൊണ്ട് കൊടുക്കണ്ട, അരിയും വേണ്ട, മലരും വേണ്ട, പൂവൻകോഴിയും വേണ്ട, പടക്കോഴിയും വേണ്ട, ഏത്തക്കൊലയും വേണ്ട, കദളിയും ഒന്നും വേണ്ട. നീ ഇരിക്കുന്ന ഇടത്തിൽ നിന്ന് കയ്യും കാലും പൊക്കുകയും വേണ്ട. ഇരിക്കുന്ന ഇടത്തിൽ ഒറ്റ വാക്ക് പ്രാർത്ഥന, എൻ്റെ യേശുവേ ഞാനൊരു പാപിയാ, എൻ്റെ യേശുവേ എൻ്റെ പാപം ക്ഷമിക്കണം, അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണം, എൻ്റെ ഉള്ളത്തിലേക്ക് വരണം, സംഹാരബാധയിൽ നിന്നെ എൻ്റെ കുടുംബത്തെ രക്ഷിക്കണം. ഇന്ന് രാത്രി പ്രാർത്ഥിക്കും, യേശു നിന്നെ രക്ഷിക്കും. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും.
രക്ഷപ്പെടാൻ ഒറ്റ മാർഗം യേശു മാത്രം. ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും കൂടാരത്തിൽ ബാധ വരാതിരിക്കാൻ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കണം. 2, എല്ലാം വിവരിക്കുന്നില്ല. ബാധ വരാതിരിക്കാൻ ഇതിനോട് ചേർന്നൊന്ന് ചിന്തിക്കാം. ബാധ വരാതിരിക്കാൻ ചോരത്തല ആചരിച്ച വീടുണ്ടല്ലോ, വീടിന് വെളിയിലിറങ്ങരുത്. വീടിന് വെളിയിലിറങ്ങരുത്. വായിച്ച പോലെ 21 വാക്യം മുതൽ 12 പെട്ടെന്ന് വായിച്ചു. അനന്തരം മോശെ ഇസ്രായേൽ മൂപ്പന്മാരെ ഒക്കെ വിളിച്ച് അവരോട് അവരോട് പറഞ്ഞത്, സഭയിലെ മൂപ്പന്മാര് എല്ലാം മൂത്തതാ, ഇരുന്നിരുന്ന് അങ്ങ് മൂത്ത്. ഇതിപ്പം പറഞ്ഞ മൂപ്പനാന്ന. പ്രാർത്ഥിച്ചു തുടങ്ങാൻ അറിയാൻ മേല, നിർത്താൻ അറിയാൻ മേല, സാക്ഷി പറയാൻ അറിയാൻ മേല, പാടാൻ അറിയാം, എല്ലാം അങ്ങ് മൂപ്പാ. ഏതായാലും മൂപ്പന്മാരെ എല്ലാം വിളിച്ച് പറ, നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾക്കൊത്തവണ്ണം ഓരോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്ത് പിന്നെ ഇറക്കുവിൻ. അടുത്തത് ഈസോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി കിണ്ണത്തിലുള്ള രക്തം കുറുമ്പടി മേലും കട്ടളക്കാൽ 2 മേലും തേക്കണം. പിറ്റേന്നാൾ വെളുക്കും വരെ നിങ്ങളിൽ ആരും വീടിന്റെ വാതിലിന് വെളുക്കുന്നത് വരെ നിങ്ങളിൽ ആരും വീടിന്റെ വാതിലിന് പുറത്തിറങ്ങരുത്. സ്തോത്രം. വെളുക്കുന്നത് വരെ ആരും പുറത്തിറങ്ങരുത്. അടുത്തത് യഹോവ മിസ്രയീമ്യരെ ദണ്ഡിപ്പിക്കേണ്ടതിന് കടന്നു വരും, ബാധ വരും. അടുത്തത് എന്നാൽ കുറുമ്പടിമേലും കട്ടളക്കാൽ 2 മേലും രക്തം കാണുമ്പോൾ യഹോവ വാതിൽ ഒഴിഞ്ഞ് കടന്നു പോകും. ബാധ വിട്ടുമാറുവന്നു. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ ദണ്ഡിപ്പിക്കേണ്ടതിന് സംഹാരകൻ വരുവാൻ സമ്മതിക്കുകയില്ല. സംഹാരകൻ വരാൻ, ബാധ വരാൻ സമ്മതിക്കുകയില്ല. അപ്പൊ ഒന്ന്, ബാധ വരാതിരിക്കാൻ രക്തം തളിക്കണം, ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, ബാധ വരാതിരിക്കാൻ ആ വീടിന് വെളിയിൽ വെളുക്കുന്നത് വരെ ഇറങ്ങരുത്. വെളുത്തിട്ടില്ല, ഉദയനക്ഷത്രം ഉദിക്കണമല്ലോ. സ്തോത്രം. ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ ഉദയനക്ഷത്രം ഉദിക്കാറായി. സ്തോത്രം. വെളുത്തിട്ടില്ല, ഇതൊരു വല്ലാത്ത രാത്രിയാ. നീ വീടിന് വെളിയിൽ ഇറങ്ങരുത്. പ്രൈസ് ദി ലോർഡ്. വീട്ടിൽ കാണണമെന്ന്, വീട്ടിൽ കാണണം. കുഞ്ഞാടിനെ തിന്നേച്ച് നിനക്ക് ബോധിച്ച വഴി കൂടെ എല്ലാം കൂടെ വെയിറ്റിംഗ് ഷെഡിലും പോയിരുന്ന് 2 പുകയെടുത്തില്ലേ അവൻ പുക എടുത്തിട്ട് പൂന്നൂതുന്നത് എൻ്റെ മോന്തക്കടിച്ച് കലിങ്കയിലും കയറിയിരുന്ന് ചുമ്മാ കൊച്ചു വർത്താനവും പറഞ്ഞ് നീ അവിടെ എല്ലാം അങ്ങ് നടക്കുക. ഏതാ കുഞ്ഞാടിനെ അറുത്ത ഉള്ളിയാ. ചെല്ലു പറയത്തില്ല, ഞങ്ങൾ 82-ൽ അറുത്തതാ. എന്തുമായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ അറപ്പ് കേട്ട് നാട്ടുകാരല്ല, ഞങ്ങളുടെ വല്യപ്പച്ചനാ ഇതിനെ. നീ പഴയ പഴംപുരാണം പറഞ്ഞുകൊണ്ടിരിക്കുക, അപ്പച്ചൻ അറത്തന്ന്. അന്ന് ഞങ്ങളുടെ വീട്ടിലെ ഉള്ളായിരുന്ന അറപ്പ്. ഇറാനിൽ ഏറിയായിൽ മന്ദമുടിയിൽ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടായിരുന്നു. മനസ്സിന്റെ കാര്യമാണെന്ന് എന്നെ പൊട്ടം കളിപ്പിക്കാന്ന്. അയ്യോ, ഞങ്ങളുടെ വീട് എത്ര ആടിനെ കണ്ടിച്ച വീടാ. പക്ഷെ ഒരു കാര്യം, ആടിനെ കണ്ടിച്ച് കുഞ്ഞാടിനെ അറുത്ത് ചോരത്തിലെ ആചരിച്ച് കരിപ്പുചീരയും പുളിപ്പില്ലാത്ത അപ്പവും കൂടെ ഒക്കെ കൂട്ടി ഭക്ഷിച്ചിട്ട് വെളുക്കുന്നത് വരെ വീടിന് വെളിയിൽ ഇറങ്ങരുത്. ഇറങ്ങിയാൽ ബാധ നിന്നെ പിടികൂടും. സ്തോത്രം. ഞാനിങ്ങനെ അങ്ങ് പറഞ്ഞു വിടാൻ, ഈ വീട് മറ്റൊന്നുമല്ല, ദൈവസഭയാകുന്ന വീടാ. അതാ ഇവിടം വിട്ട് നീ പോകരുതെന്നായി പറഞ്ഞത്. മോനെ വായിച്ച 2:17 മുതൽ വായിച്ച എഫേസ്യ ലേഖനം 2:17 മുതൽ വായിച്ച സഭയാണല്ലോ എഫേസ്യ ലേഖനത്തിലെ മർമ്മം, വിഷയം. അപ്പോൾ ആ സഭയുടെ കാര്യമാണ് പറയുന്നത്. 2:17 മുതൽ അങ്ങോട്ട് വായിച്ചേ. അവൻ വന്നു ദൂരത്തായിരുന്ന നിങ്ങൾക്ക്, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക്, നമ്മൾ ദൂരത്തായിരുന്നു നമ്മള്. അതെ, അങ്ങോട്ടങ്ങ് അടുക്കാനൊക്കത്തില്ല. ഏതാ വലിയ പള്ളിയിലോട്ട്. ഏത് വലിയ പള്ളി? യെരുശലേം പള്ളി. അവിടെ നിങ്ങളെ കുപ്പായോ നിലയെങ്കിൽ നടുക്കെട്ട് ഏപോതും മാർപ്പതക്കോ എന്ന് വേണ്ട സകല ഇടിമുടിയായിട്ട് അവിടെ കക്ഷികൾ നിൽക്കുക. നമ്മൾ ആ ഏരിയയിൽ കൂടെ പോലും നമ്മളെ
അടുക്കാനൊക്കത്തില്ല. നമ്മളെ മുഴുവൻ അങ്ങ് പിരാകുക. നിങ്ങൾ നിന്ന് രാവിലെ മുതൽ വൈകുന്നേരം നിന്ന് നമ്മളെ അങ്ങ് പിരാകുക. ഈ ന്യായപ്രമാണമേ, ഇതിന് നമ്മൾ ദൂരത്തായിരുന്നു. ന്യായപ്രമാണം നമ്മളെ അങ്ങ് പിരാകിക്കൊല്ല, അതുങ്ങളെ അങ്ങ് അനുഗ്രഹിക്കുക. ന്യായപ്രമാണ യഹൂദനോട് പറയാ, പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. നേരെ തിരിഞ്ഞേച്ച് നമ്മളോട്, പട്ടണത്തിൽ നിന്നെ വണ്ടി ഇടിക്കും, നമുക്ക് പിരാക്കാം. വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. യഹൂദനോട് തിരിഞ്ഞേച്ച്, നിന്റെ വയൽ മുഴുവൻ മുഞ്ഞ വീഴും കുഞ്ഞുഞ്ഞെ, നമുക്ക് പിരാക്കാം. നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെടും. തിരിഞ്ഞേച്ച് നമ്മളോട്, നിന്റെ കുഞ്ഞുങ്ങളെല്ലാം കാലാപ്രതല്ലിപ്പോടാ. നമുക്ക് പ്രാക്ക ശാപമാ, ഒന്നും വിവരിക്കുന്നില്ല. യഹൂദൻ ഇത് അനുഗ്രഹം കൊടുക്കുക. അപ്പൊ ഞാനും നിങ്ങളും ദൂരത്തായിരുന്നു. ആ ദൂരത്തായിരുന്ന എന്നെ ഇന്നലെയും അടുപ്പിച്ചവനാ ക്രിസ്തു. ദൂരത്തിരുന്ന ഈ രോഗിയാം എന്നെ, ദൂരത്തിരുന്ന ഈ രോഗിയാം എന്നെ, ചാരത്താണ് ചിടുവാനേറ്റു കഷ്ടം, ചാരത്താണ് ചിടുവാനേറ്റു കഷ്ടം. കാരുണ്യനായകൻ കാൽവറി ക്രൂശിൽ, കാരുണ്യനായകൻ കാൽവറി ക്രൂശിൽ കാട്ടിയതാ അൻപിതോ അൻപിതോ അൻപിതോ, കാട്ടിയതാ അൻപിതോ അൻപിതോ അൻപിതോ. ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണിച്ചിടാം, ആശ്ചര്യമേ ഇത്. ഓ കൃപയേ 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 കൃപ, കൃപയേ കൃപ കൃപയേ പയേ. ചിന്തിയല്ലോ സ്വന്തം രക്തം എനിക്കായി, ചിന്തിയല്ലോ സ്വന്തം രക്തം. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക. അപ്പോൾ ദൂരത്തിരുന്ന നമ്മൾ, ദൂരത്തിരുന്ന അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക്, നമ്മുടെ കാര്യമാ, ദൂരത്തായിരുന്ന നിങ്ങൾക്കും സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. സമീപത്തുള്ളവര് അതാണല്ലോ ഇതിനോടെല്ലാം പറ്റി. അമ്മ ദൂരത്തിരുന്ന നമുക്കും സമീപത്തുണ്ടായിരുന്ന അവർക്കും സമാധാനം സുവിശേഷിച്ചു. അടുത്തത്, അവൻ മുഖാന്തരം, അവൻ അവിടുന്ന് മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിലേക്ക് പ്രവേശനമുണ്ട്. രണ്ട് പക്ഷക്കാർക്കും അങ്ങോട്ട് ചെല്ലാം, ഒന്നിച്ച് ചെല്ലാന്ന്. അടുത്ത വാക്യം, ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, പിന്നെ വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും. ദൈവത്തിന്റെ ഭവനം, നമ്മള് ദൈവത്തിന്റെ വീട്ടുകാരാ. ഈ വീടാരാന്ന് ചോദിച്ചാൽ സഭയാകുന്ന വീടാ. ഈ വീട് വിട്ട് നീ പുറത്തിറങ്ങരുതെന്നായി പറഞ്ഞു, മനസ്സിലായോ? ഈ വീട് വിട്ട് ഇറച്ചിയെല്ലാം നല്ല ചെരുക്കി പെരുക്കിയേച്ച് നീ അതിലെല്ലാം നടക്കരുത്. രാത്രി ടോർച്ച് അടിച്ചുകൊണ്ട് കുഞ്ഞമ്മ എന്നും പറഞ്ഞു. എന്നാ ചിലക്കൊരു ഊറിയ ചിരി വരുന്നേ. സ്തോത്രം. നീ വീട്ടിൽ കാണണം. വീട് വിട്ട് നീ വെളുക്കുന്നത് വരെ വെളിയിൽ ഇറങ്ങരുത്. വെളുക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? പെരുമീൻ ഉദിക്കുമ്പോൾ മനസ്സിലാകുന്ന നേരം വെളുക്കാൻ പോവുക. വെളുക്കുന്നത് വരെ വീട് വിട്ട് നീ വെളിയിൽ ഇറങ്ങുന്നു. വീടിന് വെളിയിൽ പോയാൽ സൂക്ഷം നീ അടിമേടിക്കും. ഈ വീട്ടിനകത്താണ് ഒരു ബാധയും നിന്നെ തൊടുകയല്ല. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, അയ്യോ വീട്ടിനകത്ത് തന്നെ അങ്ങനെ ഇരിക്കും, അയ്യോ വീട്ടിനകത്തെല്ലാം കാര്യങ്ങളാ ഇല്ലേ? ഈ നല്ല ഒരു സ്ത്രീ അടുക്കും ചിട്ടയോടെ വീട് അന്വേഷിക്കുന്ന ഒരു സ്ത്രീക്ക് വീട്ടിൽ നോക്കുമ്പോഴെല്ലാം ഓരോ ജോലി കാണും. ചുമ്മാ കണ്ടടം നിരങ്ങി നടക്കുന്ന പെണ്ണുങ്ങളുണ്ട്. എപ്പോ വിളിച്ച മോളിയെ വരുന്നേ, അപ്പുറത്തെ വീട്ടിലാ. മനസ്സിലായില്ലല്ലേ? ഞാൻ ഇച്ചിരി സമയം കൂടി എടുക്കട്ടെ, അതോ ഇപ്പം നിർത്തണോ? ഗുണമാകുക ഗുണമാകട്ടെ. അതിനാ
അല്ല, പൗലോസ് എഴുതിയിട്ടുണ്ട്, മറ്റ് വീടുകൾ കയറി മെനക്കെട്ട് നടക്കുന്ന സ്ത്രീകൾ. അങ്ങനെ തന്നെ എഴുതിയേക്കുന്നത്. നല്ലൊരു കുലീനയായ ഒരമ്മ, ഒരു സ്ത്രീ, അവരത്യാവശ്യം യോഗത്തിന് പോകും, സുവിശേഷ പ്രവർത്തനത്തിന് പോകുന്നവരുണ്ട്, തെറ്റില്ല, പോണം. അല്ലാത്ത സമയത്തൊക്കെ അവനവൻ്റെ വീട്ടിൽ കാണണം. നോക്കുമ്പോഴെല്ലാം ജോലിയല്ലേ. എൻ്റെ അമ്മ എപ്പോഴും പറയും, ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വിളിക്കും, എനിക്കങ്ങനെ ആരില്ല, എനിക്ക് എൻ്റെ വീട്ടിൽ ജോലിയുണ്ടെന്ന് പറയും. അമ്മ നോക്കുമ്പോഴെല്ലാം ജോലി. അതാ, ഒരു മിനിറ്റ് അടങ്ങിയിരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. ഉറങ്ങുമ്പോൾ തന്നെ ഇച്ചിരി നേരം കിടന്ന് അനങ്ങാതെ കിടക്കുന്നതേ ഉള്ളൂ. അന്നേരം എന്തെങ്കിലും ജോലി ചെയ്യാൻ പറഞ്ഞ അമ്മ എപ്പോഴും ജോലിയാ, എപ്പോഴും ജോലിയാ. ഞാൻ കണ്ടിട്ടുണ്ട്, ചുമ്മാ ഇരിക്കുമ്പോഴും അമ്മ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യും. കഴുകി വെച്ച പാത്രം അതിലെടുത്ത് ഒന്നുകൂടെ പൊടിയുണ്ട്, നേരത്തെയൊക്കെ കഴുകി മേളിൽ വെക്കുന്ന പാത്രം, എന്നാലും അതൊക്കെ എടുത്ത് അമ്മ ജോലി ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മ അന്നൊക്കെ ഫോറിൻ പ്ലേറ്റ് ഒന്നുമില്ല കേട്ടോ, ഫോറിനൊന്നുമില്ല, എല്ലാം അലൂമിനിയം പാത്രമാണ് കൂടുതൽ. എന്നാലും അമ്മ തേച്ച് മഴക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും പോയി സഹായിക്കും. അപ്പോൾ ചാരമൊക്കെ ഇട്ടാ തേച്ച്. അപ്പോൾ ചാരം ഇട്ട് തേച്ച് കഴിയുമ്പോൾ ഈ ഈ കോഞ്ഞാട്ട ലാങ്ങിലിൻ്റെ അത് മുറിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ചതച്ചേച്ച് ഈ പാത്രത്തിൻ്റെ വിടവിൽ ഇങ്ങനെ തേക്കും. അമ്മ പറഞ്ഞ അതിനകത്തെല്ലാം ചെളിയുണ്ടെന്നാ. ഇത് ടാപ്പ് തുറന്നിട്ട് ഇങ്ങനെ വെച്ചേച്ച് പാത്രം എടുത്ത് കൊടുക്കുക. മനസ്സിലായി കാണുമായിരിക്കും. ചിലതിൻ്റെയൊക്കെ ഞാൻ ഒരു സംഭവം പറയാം, സ്ഥലമൊന്നും ചോദിക്കരുത്. ഒരു ദൈവദാസനെ കാണാനായിട്ട് ഞാൻ ചെന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വയ്യാതെ കിടക്കുക. അപ്പം യാത്ര പോയ വഴി കയറി കാണാൻ ചെന്നു. ഓർക്കാപ്പുറത്താണ് ഞാൻ ചെന്നത്. ചെല്ലുമെന്ന് പറയാൻ അദ്ദേഹം അന്ന് ഫോണില്ല, അതുകൊണ്ട് ചെന്ന് കയറി. അപ്പം നല്ലൊരു ദൈവദാസനാണ് അവിടെ ഇരുന്നു. അപ്പം ഇച്ചിരി നേരം വർത്താനം പറഞ്ഞു, ക്ഷേമങ്ങളൊക്കെ. വയ്യ, എഴുന്നേക്കാൻ വയ്യ. കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ പുള്ളിക്കൊരു സങ്കടം, ഇച്ചിരി വെള്ളം തന്നില്ലല്ലോ. അപ്പം ഞാൻ ഇടയ്ക്ക് ചോദിച്ചു, എന്ത് ചെയ്യ ദൈവദാസി ഒരു സ്ഥലം വരെ പോയിരിക്കുക, അയ്യോ വെള്ളമൊന്നും കുടിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞു, വേണ്ട, രാവിലെ കുടിച്ചതാ. അയ്യോ എന്നാലും അങ്ങനെ അല്ലല്ലോ, എനിക്ക് എഴുന്നേക്കാനും പാടില്ല. ഒത്തിരി നേരം വർത്താനം പറഞ്ഞ് പുള്ളിയാ കൂടുതലും പറഞ്ഞ്, ഞാൻ കേട്ടോണ്ടിരിക്കുക. അപ്പം കുറേ നേരം കഴിഞ്ഞപ്പം പുള്ളി പറഞ്ഞു, അയ്യോ കുടിച്ചില്ല. അപ്പം എനിക്കും ഒരു ചെറിയ ഡൗട്ട്. ഞാൻ പറഞ്ഞു, ദൈവദാസന് കുടിക്കണമെന്നുണ്ടോ? എനിക്കും കുടിക്കണമെന്നുണ്ട്. അപ്പം ഞാൻ കുറച്ചുകൂടെ അടുപ്പമുള്ളത് കൊണ്ട് ഞാൻ ചോദിച്ചു, കിച്ചൺ എവിടെ, വേണേ ഞാൻ വെള്ളം ഇട്ട് തരാം. അയ്യോ അറിയാമോ? ഞാൻ പറഞ്ഞ അത്യാവശ്യം നിന്ന് പിഴയ്ക്കും, അത്യാവശ്യം. അപ്പോൾ എന്നോട് അങ്ങനെയാണെന്ന് ഒരു കാര്യം ചെയ്യുക, ഫ്രിഡ്ജ് തുറന്നാൽ അതിനകത്ത് പാല് കാണും. ആയിക്കോട്ടെ, ഒരു ചായ ഇടാൻ അറിയാമോ എന്നോട്? ഞാൻ പറഞ്ഞു, വലിയ മിസ്സിസ് കെ എം മാത്യു ഒന്നും ചെയ്യുന്നത് പോലെ ഒക്കത്തില്ലെങ്കിലും തുപ്പിക്കളയാതെ കൊണ്ട് ഇറക്കാം. അപ്പം പറഞ്ഞ് എടുത്തിട്. അപ്പം ഞാൻ ഇതെടുത്ത്, അപ്പം എന്നോട് പറഞ്ഞു, അവിടെ പാത്രം കാണും, ഈ കമ്പ് പോലെ എന്നെ പറയുന്നില്ല, സോസ് പ്ലാൻ അതുകൊണ്ടവിടെ. അപ്പം ഞാൻ ചെന്നു, അയ്യോ ഈ സോസ് പ്ലാൻ എടുത്തപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ മുഴുവൻ മഞ്ഞ കളറിൽ കട്ടി പിടിച്ചിരിക്കുക. തേയിലക്കറയാ. നോക്കുന്നു, നമ്മുടെ വീട്ടിലെ കാര്യമാണ് ഭാഷ പറയുന്നത്, നിങ്ങളുടെ വീട്ടിലെ കാര്യമല്ല. ആണെങ്കിൽ ഇന്ന് രാത്രി തന്നെ എന്നത് അതാ നടന്ന കാര്യം. ഞാൻ പിന്നെ അത് അവിടെ അതിൻ്റെ വേണ്ട സാധനങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ നന്നായിട്ടത് ഒരച്ചൊരച്ച് കഴുകി. ഇച്ചിരി സമയം കൊടുത്തു. അപ്പോൾ പുള്ളി ചോദിച്ചു, പാല് കണ്ടില്ലേ? ഞാൻ പറഞ്ഞു, എല്ലാം കണ്ടു. പാല് തന്നെ അല്ലല്ലോ, എല്ലാം കണ്ടു. അപ്പം ഇച്ചിരി സമയമെടുത്ത് അതെല്ലാം, കാരണം എനിക്കൂടെ കുടിക്കണ്ടായോ, അതുകൊണ്ടാണ് എടുത്ത് ഇട്ട് ചായ ഇട്ട്. പുള്ളി ചായ കുടിച്ചു പറഞ്ഞു, നല്ല ചായയാ. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല. പിന്നെ പ്രാർത്ഥിച്ചേച്ച്, തിരക്ക് കൊണ്ടാന്നോ, ശ്രദ്ധിക്കാഴിയ കൊണ്ടാന്നോ, ബത്തപ്പാട് കൊണ്ടാന്നോ, പക്ഷെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. പിന്നെ വേണ്ടേ? രാവിലെ ദിനചര്യക്കൊക്കെ പോയിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം.
ഒരിക്കലൊരു വീട്ടിൽ പറഞ്ഞു അങ്ങോട്ട് കയറിക്കോളാൻ പറഞ്ഞു. കയറി അനക്ക് ഒന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പം വന്ന് ചോദിച്ചു എന്നാ പറ്റിയിരുന്നു. ഞാൻ പറഞ്ഞു ഒന്നും പറ്റിയില്ല, പറ്റാൻ സാധ്യതയുണ്ടായിരുന്നു. പറ്റാൻ ഞാൻ തന്നെ ആയിരുന്നു കഴുകിയത്, അവിടെ എല്ലാം കഴുകി. മനസ്സിലായി കാണും ഇല്ലയോ? ഇപ്പം നിങ്ങൾക്ക് പിടികിട്ടിയോ? ഒരു നല്ല കുടുംബിനിക്ക് അല്ലെങ്കിൽ കുടുംബനാഥൻ അല്ലെ വീട്ടിൽപ്പെട്ടവർക്ക് വീട്ടിൽ നോക്കുമ്പോഴെല്ലാം ജോലിയാ ഉണ്ട്. ഇതെന്തിനാ ഇത് അത് പറയാനാ വന്നത്. ദൈവസഭ ഒരു ഭവനമാണ്. ഈ ഭവനത്തിനകത്ത് പിടിപ്പത് ജോലിയുണ്ട്. ഇതിനകത്ത് പിടിപ്പതുണ്ട് ജോലി. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? എന്നാ മോളെ പോണോ മോളെ? അവള് പറയുന്ന സമയം പോയി, പുള്ളി നിർത്തുന്ന ലക്ഷണമില്ലെന്ന്. അതാ അവള് പറഞ്ഞത്. പോണോ മോനെ? ഇപ്പം വിടാം, നീ ഇതൂടെ കേട്ട് വെച്ച് ഗുണമാകുന്നെങ്കിൽ ഇതൂടെ കേക്ക് കുഞ്ഞേ, നിനക്കും ഗുണം വരുന്ന കാര്യം. അപ്പൊ ശ്രദ്ധിച്ചേ, ദൈവസഭയ്ക്കകത്ത് എന്തൊക്കെയുണ്ട്? ഒരു വാക്യം വായിച്ചേ മോനെ. 14-ാം അധ്യായത്തിന്റെ 26, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-26. പെട്ടെന്ന് വായിച്ചു, ഷടേന്ന് വായിച്ചു, പോകാം. അങ്ങനെ നിങ്ങൾ ഈ അപ്പം കഴിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. 14-26. ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ, നിങ്ങൾ ഈ ദൈവസഭയ്ക്കകത്ത് വരുമ്പോൾ, ഇതൊരു ഭവനമാ ദൈവസഭ. ഈ വീട്ടിൽ വരുമ്പോൾ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഇതിനകത്ത് സങ്കീർത്തനമുണ്ട്, പിന്നെ ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. ഈ വീട്ടിൽ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ആവശ്യമുള്ളതെല്ലാം ഈ വീട്ടിലുണ്ട്. നിനക്ക് സൗഖ്യം കിട്ടുവാനും ആശ്വാസം ലഭിക്കാനും സമാധാനം തരുവാനും വിടുതൽ തരുവാനുള്ളതെല്ലാം ഈ വീട്ടിലുണ്ട്. അതുകൊണ്ട് ഈ വീടിന് വെളിയിൽ നീ പുറത്തിറങ്ങരുത്. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് കർത്താവിന് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് സഭയോടും യേശുവിനോടും ചേർന്ന ദൈവത്തിന്റെ പൈതൽ ഈ വീട് വിട്ട് വെളിയിൽ പോകരുത്. ദൈവസഭയോട് കൂറുള്ളവരായിരിക്കണം. ദൈവസഭയോട് കൂടി നിൽക്കണം. വേറെ എങ്ങും പോകരുതെന്നായി പറഞ്ഞതിന്റെ അർത്ഥം ഈ വീട് വിട്ട് വെളിയിൽ ഇറങ്ങരുത്. ആരാധന മുടക്കരുത്, സഭായുഗം മുടക്കരുത്, സഭയുടെ കൂട്ടായ്മ മുടക്കരുത്. സഭയുടെ എല്ലാ കൂട്ടായ്മകളിലും സജീവമായി നിൽക്കണം. ജോലിയുള്ളവർ ജോലിക്ക് പോകണം. ബിസിനസ്സുകാർക്ക് ഞാൻ അതല്ല പറഞ്ഞത്. മെനക്കെട്ട് നീ നിന്റെ വീട്ടിലിരിക്കരുത്, സഭയോട് ബന്ധപ്പെട്ട് നിന്നോണം. ഈ ഭവനം വിട്ട് വെളിയിലിറങ്ങരുത്. വെളിയിലിറങ്ങിയാൽ ബാധ നിന്നെ പിടികൂടും. പക്ഷേ ഈ വീട്ടിനകത്താണെങ്കിൽ ഒരു കുഴപ്പവും നിനക്ക് വരികയല്ല. ദൈവസഭയാകുന്ന ഭവനത്തിൽ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ നീ നിന്നാൽ ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്നെ തൊടത്തില്ല. ഈ വീട് വിട്ട് നീ പുറത്തിറങ്ങരുത്. വെളുക്കുവോളം ഇതിനകത്ത് നിന്നോണം. 2 കാര്യവും കൂടെ പറഞ്ഞ് നിർത്തുക. അത് വായിപ്പിക്കുന്നേ ഉള്ളു, പറഞ്ഞങ്ങ് നിർത്താം. ബാധ വരാതിരിക്കാൻ. 1, ബാധ വരാതിരിക്കാൻ കുഞ്ഞാടെ നേരത്ത് ചോരത്തല യാചരിക്കണം. 2, ബാധ വരാതിരിക്കാൻ വീട് വിട്ട് പുറത്തിറങ്ങരുത്. 3, ബാധ വരാതിരിക്കാൻ 5:29 മർക്കോസ് 5:29 മർക്കോസ് 5:29 പെട്ടെന്ന് വായിച്ചേ. ക്ഷണത്തിൽ അവന്റെ വസ്ത്രം തൊട്ടു, ക്ഷണത്തിൽ അവിടെ രക്തസ്രാവം നിന്നു, ബാധ മാറി. അറിയാമല്ലോ, രക്തസ്രവക്കാരിയുടെ വിഷയമാണ്. യായിറോസിന്റെ പള്ളിപ്രമാണിയുടെ മോളെ അത്യാസനമല്ല, അവസാനം കൊച്ചു മരിച്ചെന്നാ പറഞ്ഞ് അങ്ങോട്ട് യേശു പോകുന്ന പോക്കിനാ ഈ അമ്മ കയറി വന്നത്. ഏതാ? രക്തസ്രവക്കാരി. 12 സംവത്സരമായിട്ട് ഏറിയതൊക്കെ സഹിച്ചു. ഒരു വിടുതലും നടക്കുന്നില്ല. ആരോ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ യേശുവിനെ തൊടാൻ വന്നു. സ്തോത്രം. വിശ്വാസത്തോടെ അവൾ യേശുവിനെ തൊട്ടു. വസ്ത്രത്തിന്റെ തൊങ്ങല്ല തൊട്ടത്. ടപ്പെന്ന് അവക്ക് പൂർണ്ണ വിടുതൽ കിട്ടി. യേശു ചോദിച്ചു, എന്നെ തൊട്ടതാരാ? ശിഷ്യന്മാരെല്ലാം പറഞ്ഞു കാണാൻ തൊട്ടെന്ന ഉരുണ്ട് വീണിട്ട് നടക്കാൻ മേല. അല്ലല്ല, വിശ്വാസത്തോടെ ആരോ എന്നെ തൊട്ടു. നിനക്കെങ്ങനെ എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടുന്ന് അങ്ങോട്ട് അത് പുറപ്പെട്ട ശക്തി ഇവിടെ ബാധ മാറ്റി കൊടുത്തു. ഇന്ന് രാത്രി ബാധ മാറാൻ നീ യേശുവിനെ തൊടണം. യേശുവിനെ തൊടണം.
യേശുവിനെ തൊട്ടാൽ ഒരു കുഴപ്പവുമില്ല. അല്ല, ആർക്കും തൊടാം. 30 വയസ്സുള്ള സഹോദരിക്കും വന്ന് മനസ്സിലായില്ല. എന്തോ ഉണ്ട് പ്രായം? പാസ്റ്റർ എനിക്ക്, അല്ല യേശുവെ എനിക്ക് 45 വയസ്സുണ്ട്. തൊട്ടു. അല്ലാതെ 45 ഉള്ളവരാരും എന്നെ വന്ന് ഉണ്ടെന്നില്ല. എന്തോ ഉണ്ട് പ്രായം? 23.5. എന്തോ ഉണ്ട് പ്രായം? 79. എന്തോ ഉണ്ട് പ്രായം? 11 കഴിഞ്ഞു. കേട്ടോ, എന്തോ ഉണ്ട് പ്രായം? 34. ആർക്കും വന്ന് തൊടാം. ആർക്കും തൊടാന്നല്ല, അടുത്തും വരാം. യേശുവിന്റെ അടുക്കൽ ആർക്കും വരാം. ഏത് പ്രായക്കാർക്കും വരാം, ഏത് പ്രകൃതക്കാർക്കും വരാം. കുഷ്ഠരോഗിക്ക് വരാം, രക്തസ്രവക്കാരത്തിക്ക് വരാം, മുടന്തനാന്നേലും ഒത്തിയും ചാടിയാന്നേലും അല്ലെ പരസഹായം കൊണ്ടും വരാം. ആമ കണ്ണ് കാണാൻ പാടില്ലാത്തവനും വരാം, ആമ ചുങ്കക്കാരന് വരാം, വേശ്യമാർക്കും വരാം. ഏത് മഹാഭാവിക്കും യേശുവിന്റെ അടുക്ക വരാം. നിന്നെ സ്നേഹിക്കുന്ന, രക്ഷിക്കുന്ന, സൗഖ്യമാക്കുന്ന, വിടുവിക്കുന്ന ഒരുവനുണ്ട്, നസറേയനാകുന്ന യേശു. അവള് വിശ്വാസത്തോടെ വന്ന് തൊട്ടു. അവങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അതാ വായിക്കുന്നത്, ബാധ മാറി. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം, യേശുവിനെ വിശ്വാസത്തോടെ തൊട്ടാൽ ഒരു ബാധയും നിന്നെ തൊടുകയല്ല. നിന്റെ വീട്ടിൽ യേശു ഉയർത്തപ്പെടണം. നിന്റെ വീട്ടിൽ യേശുവിന്റെ നാമം ഉയരണം. ആമേൻ സ്തോത്രം. ഒരനർത്ഥമെന്ന് നിനക്ക് ഭവിക്കത്തില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിലെടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം കൂടെ വായിച്ചു നിർത്താം. ഒന്ന് ഞാൻ വിവരിക്കുന്നില്ല. 23:9 സംഖ്യാപുസ്തകം 23:9. 21 ഒക്കെ വായിക്കണം. 9 ഇപ്പം വായിച്ചോ, നേരമില്ലാത്തതുകൊണ്ട് വായിക്കും പെട്ടെന്ന്. ശിലാഗൃഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു. ശിലാഗൃഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു. ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. അടുത്തത്, ഇതാ തനിച്ചു ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാം വിവരിക്കാൻ നേരമില്ല. ബാധ വരാതിരിക്കാനേ വേർപാട് പാലിക്കണം. വേർപാട്. ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. എല്ലാം വിവരിക്കാൻ നേരമില്ല. ബാധ വരാതിരിക്കാൻ ദൈവമക്കൾ വേർപാടാചരിക്കണം. ലോകത്തോടും പാപത്തോടും ലോക ഇമ്പങ്ങളോടും ലോക ആഡംബരങ്ങളോടും ലോകമോഹങ്ങളോടും ഉണ്ടല്ലോ. ഈ ലോകത്ത് ലോകക്കാര് കാട്ടിക്കൂട്ടുന്നതൊന്നും നീ കാണിക്കരുത്. നീ ദൈവപൈതല, വേർപാട് പാലിക്കണം. മനസ്സിലാകുന്നുണ്ടാവല്ലോ? അവര് പല ആഘോഷങ്ങളുണ്ട്, അങ്ങനെല്ലാം നീ പോകരുത്. നിന്റെ പിള്ളേരെയും വിടരുത്. നിങ്ങൾ പൊക്കോ മക്കളെ, ഞാൻ വരുന്നില്ല. അതിന് മമ്മിയും കൂടെ വാ. ഞാൻ വരുന്നില്ല. അതിന് വാ. അതിന് പാസ്റ്റർ അയാൾ യാതൊരു വിവരമുള്ളവനല്ല. അയാൾ അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞായറാഴ്ച അത് മതി. മനുഷ്യനെ കിടന്ന് പോർക്കണ്ട. അങ്ങനുണ്ടോ? അല്ലെ തള്ള മുന്നിൽ കണ്ടേന പൂക്കലയായിട്ട് എല്ലാം പിടി കിട്ടുന്നുണ്ടോ? നീ വേർപാട് പാലിക്കണം. നാട്ടുകാർ പലതും കാണിക്കും, ലോകക്കാർ പലതും കാണിക്കും. അവർക്ക് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കീഴ്വഴക്കവും പാരമ്പര്യവും മാമൂലുമുണ്ട്. കാരണം പക്ഷേ നീ ഒരു കാര്യം ഓർക്കണം, നിനക്ക് പ്രമാണമുള്ള ദൈവപൈതല. നീ എല്ലാരും കാണിക്കുന്ന പോലെ, എല്ലാരും തുള്ളുന്നത് പോലെ, എല്ലാരും ചെയ്യുന്ന പോലെ ചെയ്യരുത്. നീ വേർപാട് പാലിക്കണമെന്ന പെന്തിക്കോസുകാരോട് ഈ പറയുന്നത്. ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. അതുകൊണ്ടാണല്ലോ മൊർദെഖായിയെ പറ്റി ഹാമാൻ പറയുന്ന കാര്യമൊക്കെ ഉണ്ട്. ദൈവത്തിന്റെ മകത്ത് 3-ാം അധ്യായത്തിന്റെ 8 ഒന്ന് വായിച്ചങ്ങ് നിർത്താം. 3:8 പെട്ടെന്ന് വായിച്ചു. 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം അല്ലയോ? പെട്ടെന്ന് വായിര്. ഏത് 3-ാന്നായിരിക്കും ചിലര് തപ്പുന്നത്. അവരെടുത്ത് വായിച്ച മോനെ. പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട്, നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളുമുള്ള. ഇന്നാളൊരാൾ ചോദിച്ചു, ഈ പേരൊക്കെ ആരിട്ടതാണ്? ഈ പേരൊക്കെ അർത്ഥകശാസ്ത്രാവ്, വേറെ പേരൊന്നും ഉണ്ട്. ഇത് അഹശ്വേരോശ് വായിര് മോനെ.
നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി ചിന്നിച്ചിതറി കിടക്കുന്നു, വേറൊരു ജാതി ചിന്നി കിടക്കുന്നു. അടുത്തത് അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളോടും വ്യത്യാസപ്പെട്ടിരിക്കുക. ദൈവമക്കൾക്ക് വ്യത്യാസമുണ്ട്. ഉടുപ്പിലും നടപ്പിലും കൊടുപ്പിലും എടുപ്പിലും വാക്കിലും പ്രവർത്തിയിലും രീതിയിലും ആരാധനയിലും ജീവിതത്തിന്റെ എല്ലാ വശത്തിലും നമുക്കൊരു വേർപാടുണ്ട്. എല്ലാരും വസ്ത്രം ധരിക്കുന്ന പോലെ നിനക്കൊക്കത്തില്ല. എല്ലാരും സംസാരിക്കുന്നത് പോലെ നിനക്കൊക്കത്തില്ല. എല്ലാരും പ്രവർത്തിക്കുന്ന പോലെ നിനക്കൊക്കത്തില്ല. എല്ലാവരും ചെയ്യുന്നത് പോലെ നിനക്കൊക്കത്തില്ല. എല്ലാരും ആചരിക്കുന്ന ആചാരം നിനക്ക് പറ്റത്തില്ല. എല്ലാവരുടെ ആഘോഷം നിനക്ക് പറ്റത്തില്ല. നീ വേർപെട്ടത് പൈതല. ഉള്ള ഉണർവും പോയി ഇരിപ്പ് കാണുമ്പോ അറിയാം. ഇപ്പൊ ചിന്തിക്കുന്ന വല്ല ജാതി ഇതങ്ങ് നിർത്തിയാ മതി എന്നാ ചിന്തിക്കുന്ന അമ്മാമ്മയെ എഴുന്നേക്കരുത്. യാതൊരു വിവരമുള്ളവനല്ല അയാൾ വല്ലതും മൈക്കിൽ കൂടെ വിളിച്ചു പറയും. നാളാണ്ട് അവിടെ ഒരാൾ എഴുന്നേറ്റ് അയാൾ ഇനി പറയാനൊന്നും ഇല്ല. ഇപ്പൊ പറഞ്ഞ ഞാൻ നിന്നോട് പറഞ്ഞതാ പന്തലി ഇരിക്കണ്ടെന്ന്. ഉണ്ടോ? എനിക്ക് കാണാം കൊച്ചിപ്പന്നെ ഒരാളായിരിക്കും. ദൈവമേ ഇയാൾ കാണുന്ന എഴുന്നേറ്റ് പോകാനും എൻ്റെ കുഞ്ഞെ നിനക്കൂടെ ഗുണം വരുന്ന കാര്യമാണ്. യേശുവാ രക്ഷകൻ, യേശു മാത്രമാ രക്ഷകൻ, മറ്റൊരുത്തനും രക്ഷയില്ല. ഇന്ന് രാത്രി ഒരു ബാധകം നിന്നെ തൊടത്തില്ല, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധകം നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. അതിന് എന്തോ ചെയ്യണം? ഒന്ന്, കുഞ്ഞാടനെ അറുത്ത് ചോരത്തളി ആചരിക്കണം, രക്ഷിക്കപ്പെടണം. രണ്ട്, ഈ വീടിന് വെളിയിൽ ഇറങ്ങരുത്. ഈ വീട്ടിൽ വരാൻ നിയമമൊക്കെ ഉണ്ട്. വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കണം, തിരുമേശ എടുക്കണം, കൂട്ടായ്മ ആചരിക്കണം, പ്രാർത്ഥന കഴിക്കണം. ഈ വീട്ടിലെ നടപടിക്രമങ്ങൾ അതൊക്കെ ചെയ്ത് ഈ വീട്ടിൽ നിൽക്കണം. വീടിന് വെളിയിൽ ഇറങ്ങരുത്, വെളുക്കുവോളം ഇറങ്ങരുത്, ബാറ തൊടത്തില്ല. മൂന്ന്, അവൻ വിശ്വാസത്തോട് യേശുവിനെ തൊട്ടോണം. ഓരോ നിമിഷവും ഓരോ ഇപ്പം നമ്മൾ വിശ്വാസ കണ്ണാലാ കാണുന്നത്. ഇനി നാം അവനെ നേരിട്ട് കാണുന്നൊരു സുദിനമുണ്ട്. ഇപ്പോൾ നാം വിശ്വാസത്താല നാം അവിടുത്തെ നേരിട്ട് ദർശിക്കും. അവിടുത്തെ തൃക്കൈ കൊണ്ട് നിന്റെ കണ്ണിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റ്. ഈ ദുഷ്ടലോകത്തിൽ വേർപാട് പാലിച്ച് വിശ്വസ്തയോടെ നിന്നാൽ ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു മാരകം നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തെ ദണ്ഡിപ്പിക്കുന്ന പീഡിപ്പിക്കുന്ന അന്ധകാരത്തിന്റെ കോട്ടകളെ അടിച്ചു മാറ്റി ആചാരത്തിന്റെ ശക്തികൾ, മന്ത്രവാദത്തിന്റെ ശക്തികൾ, ദേശാധിപതി കെട്ടുകളെ ഇന്ന് രാത്രി വെട്ടിമാറ്റി ദൈവം നിനക്ക് ഇന്ന് രാത്രി അത്ഭുതം ചെയ്യുന്ന രാത്രി. വിശ്വസിക്കുന്നവർ ഈ രാത്രി ദൈവത്തിന്റെ മകത്വം കൊടുക്ക്. അനർത്ഥങ്ങൾ മാറട്ടെ, അപകടങ്ങൾ നീങ്ങട്ടെ, ആപത്തുകൾ മാറട്ടെ, ദേശം വിടുവിക്കപ്പെടട്ടെ, ഓരോ കുടുംബത്തിലും വിടുതൽ നടക്കട്ടെ, ഓരോ വ്യക്തിയിലും വിടുതൽ നടക്കട്ടെ. ഇന്ന് രാത്രി കൂടപ്പെട്ടവരെ ദൈവം വിടുവിക്കട്ടെ. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തിന് മകത്വം കൊടുക്കാം. എന്നും പുതുഗീത മഹത്വരാധന സേനയും വീര അവയന്താനാവർക്കെന്നുമേ നിന്നെ ഏകിപ്പിക്കില്ല, അത് നിന്നെ കവിയുകില്ല. ഓ നിന്നെ ഏകിപ്പിക്കില്ല, അത് നിന്നെ കവിയുകില്ല. എന്നും പുതുഗീത മഹത്വ
ഉടാറബ ശബദമനബദബ ദിരിബികബദബല ഉടബലബദബല ദിരിബികബദബദബല 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 ഉടാദല ദിരിബികബദബദബല അവേ മഗദ്വാരാജനായി സേനയിതീരെ കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഇതുവരെയും എന്നെ കേട്ടി നിന്ന ബഹുമാനരായ എല്ലാ മാതാപിതാക്കളും ദൈവദാസന്മാരും കുഞ്ഞുങ്ങളും ദേശവാസികൾ സമീപവാസികൾ എല്ലാവർക്കും നന്ദി. എന്നെ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച കർത്തദാസന്മാർക്കും ചുമതലപ്പെട്ടവർക്കും നന്ദി. ഒരുത്തർക്കും ഒരു ബാധയേക്കാതെ എല്ലാവരെയും ദൈവം സൂക്ഷിക്കട്ടെ. ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? നമ്മുടെ സമാപന യോഗമല്ല. ഒറ്റ മിനിറ്റ് പ്രയാസപ്പെടുത്തുകയില്ല. ഒക്കുന്നെങ്കിൽ ആപതുണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തി വീശി ഒരു ശീല ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മൾ. കരങ്ങൾ വീശി ഓ ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ. കരങ്ങൾ വീശി